ഗുരുവായൂരപ്പ, പടച്ചോനെ, കർത്താവേ. സ്റ്റോപ്പ് 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 പ്ലീസ് പ്ലീസ്. നിർത്തേ. നിർത്തണേ നിർത്തണേ നിർത്തണേ. സ്റ്റോപ്പ് സാർ, അല്പം ദയ കാണിക്കണേ സാർ. പ്ലീസ് 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 സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ. തൊഴാം തൊഴാം സാർ. സാർ ഫുള്ളാ, സ്ഥലമില്ല. മദ്രാസിലേക്കാണ് സാർ. തന്നോടല്ലോ പറഞ്ഞ് സ്ഥലമില്ലെന്ന്. അയ്യോ അങ്ങനെ പറയരുത് സാർ. അമ്മയ്ക്ക് സീരിയസ് ആണെന്നും പറഞ്ഞ് മദ്രാസിൽ നിന്ന് ടെലിഗ്രാം കിട്ടിയിട്ട് പോവുക. സ്ഥലമില്ലാതെ എവിടെ ഇരുന്ന് പോവാന്? കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് സാർ. ഹലോ, ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ ഇരുത്താനാ? സാറിന് സീറ്റ് കൊടുക്കൂ. അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഞാൻ ചെയ്തെന്ന ഉപകാരം സാർ ഒരിക്കലും മറക്കില്ല സാർ. ഒന്ന് കയറോ? കയറി സാർ. ഒരു ലക്ഷറി കോച്ച് കയറി യാത്ര ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കായിരുന്നു. കണ്ടക്ടർ സാറിന്റെ പേരെന്താ? അങ്ങോട്ട് ചെല്ല്. അല്ല പിന്നെ പറഞ്ഞാലും മതി. ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം യാത്ര ചെയ്യണ്ടല്ലേ. ഇപ്പോ എവിടെ? ഇയാൾ കോയമ്പത്തൂർ ഇറങ്ങും. അതുവരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് നീങ്ങണേ. അമ്മ ഏത് ഹോസ്പിറ്റലിലാ? ജനറൽ ഹോസ്പിറ്റലില്. ഈ ബസ് എപ്പോഴാ മദ്രാസിലെത്തുന്നത്? രാവിലെ എത്തും. സാറ് മദ്രാസിലേക്കാ? ഒരു ഉപകാരം ചെയ്യാൻ പോയതാണ്, അതിപ്പോ കുരിശായി. ഹലോ, മദ്രാസ് എത്തിയോ? മദ്രാസ് എത്തിയില്ല. കുറച്ചു നേരം ഒന്ന് നേരെ ഇരുന്നാ നമുക്ക് രണ്ടുപേർക്കും ഉറങ്ങാം. സാർ ഉറങ്ങിയില്ലേ? ഇനി വേണമെങ്കിൽ കുറച്ചു നേരം സാർ എന്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിക്കോ. മൗണ്ട് റോഡ്. ശീഘ്രം ഇറങ്ങുക. അല്ല, ലഗേജ് ഒന്നുമില്ലേ? ടെലിഗ്രാം കിട്ടിയ ഉടൻ പുറപ്പെട്ടു. ഒന്നും എടുക്കാൻ പറ്റിയില്ല. ടാക്സി കരികളൂ. ഞാൻ വേണ്ട, എനിക്ക് വേറെ വണ്ടി വരും. ഓക്കെ, സീ യു. സിനിമാ തിയേറ്റർ ആരും കണ്ടില്ല. അതെ സാർ, ഇപ്പടി അങ്ക ഇങ്ങ സാർ ഇങ്ങ വന്ന് சினிமா ஷூட்டிங் ഒക്കെ നടക്കുന്ന സ്ഥലം എവിടെയാ? கோடம்பாக்கமா? அது நீங்க எப்படி நேரா போய் லெஃப்ட்ல திரும்பி ரைட்ல திரும்புங்க. ரயில்வே கிராசிங் அது தாண்டுங்க. ரொம்ப நன்றி. സാർ അവിടെ രജനീകാന്തിനെയും കമലഹാസനെയും ഒക്കെ നേരിട്ട് കാണാൻ പറ്റുമോ? ட்ரை பண்ணி பாருங்க. சொன்னபடி கேளு நக்கல் ஐயோ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചവർ മനസ്സ് മാറി തിരിച്ചു വന്നാൽ അന്വേഷിക്കുന്നത് ഈ ഏരിയയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ വിട്ടിട്ട് പോകാം. என்ன அடிச்சுட்டு இருக்க? படுவா அரங்கரா தெரியுமா?
குழந்தைய கீழே இறக்கி வச்சுட்டு எங்க ஓட അയ്യോ, பாக்க സത്യമായിട്ടും ഇത് എൻ കുഴന്തയല്ല, ഇത് റെയിൽവേ ട്രാക്ക്. எது உன் குழந்தை இல்லையா? என்ன தோல்ல தூக்கிட்டு வந்தது இந்த குழந்தை, கையால கீழே வச்சது இந்த குழந்தை, இப்போ தரையில இறக்கி விட்டோம்னா உன் குழந்தை இல்லாம போயிடுமா? ഞാൻ പറ- வருவா. இந்த இந்த என்ன குட்டி அல்ல, டுமா நம்ப குழந்தை வச்சுக்காத. ഇത് இறக்கி ഞാൻ- விட்டா, എന്നാ ഗലാട്ടേങ്ക இந்த நியாயத்தை கேளுங்க. സാർ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഇവരെല്ലാം കൂടി എന്നെ കള്ളനാക്കിയിരിക്കാണ് സാർ. നീ മലയാളിയാണോ? അതെ സാർ. ആ വാ. എടാ, വരാൻ. എടാ, പോങ്ങ, എല്ലാം പോങ്ങ. വാടാ. அடடே, குழந்தைடா. എടാ, വരാൻ. പോയ്യ. എന്തൊരു എടാ, വേഷം കെട്ടി കയ്യിലിരിക്കട്ടാ. എന്നെ പോലുള്ള ഡീസന്റ് ആയിട്ടുള്ള മലയാളീസിനൊക്കെ നിന്നെ പോലെ ഫ്രോഡ് റാസ്കൽസ് ഒന്നും ഇവിടെ ജീവിക്കാൻ വയ്യാതായിട്ടുണ്ട്. സാർ, ഞാൻ പറയുന്നത് സത്യമാ. കുട്ടി എനിക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതാ. റെയിൽവേ ട്രാക്ക് എന്ന് തുടങ്ങിയാണ് പ്രസവിക്കാൻ തുടങ്ങിയത്. നാട്ടിൽ കണ്ടിടത്തൊക്കെ ഓടി നടന്ന ഏതെങ്കിലും പെമ്പിള്ളേരൊക്കെ എന്നെ കുറിച്ച് പറയരുത്. എന്നിട്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. അവിടെ ഒന്നും സ്ഥലമില്ലടാ. ഞാനൊരു പാവമാണ് സാർ, എന്നെ രക്ഷിക്കണം. സാർ ഒരു മലയാളിയല്ലേ? നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ സാർ. കുട്ടി ആർക്ക് വേണം? നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചത്? കയ്യില് കഷ്ടിച്ചൊരു 200 രൂപ കാണും. 200 രൂപ. ആ, ഉള്ളത് നിനക്ക്? അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല സാർ. എടാ, മൊല്ലാക്കാനെ നീ ഓത്ത് പഠിപ്പിക്കല്ലേ. നാട്ടിൽ നിന്ന് പൈസ ഒന്നും ഇല്ലാതാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? ഉണ്ടായിരുന്നതാ, ആരോ പോക്കറ്റ് അടിച്ചതാ. സംശയം സാർ നോക്കിയതാ. അയ്യോ, ദരിദ്രവാസി. രാവിലെ എന്തെങ്കിലും തടയൂന്ന് വിചാരിച്ചതാ. ഇന്നത്തെ ദിവസം പോക്ക. ആ, പോടാ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം? കുട്ടി എവിടെ ഞാൻ ഇട്ടിട്ട് പോയാൽ നിന്റെ എല്ലാം ഒരറ്റണം ബാക്കി ഉണ്ടാവില്ല. ഓടരുത് കള്ള റാസ്കൽ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. മോളാതെ കരയില്ലെന്നല്ലേ പറഞ്ഞത്? ഈ കൊച്ചിനെന്താ ചെവിയും കേട്ടൂടെ? ഓ, മലയാളത്തിൽ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാനാ? കരച്ചിലിന് തമിഴിൽ എന്താണാവോ? എത്ര തമിഴ് പടങ്ങൾ കണ്ടിട്ടുള്ളതാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, അഴാതമ്മ അഴാതെ. ഇനി തമിഴ് കുട്ടി അല്ലായിരിക്കോ? ഈ മൊട്ടത്തലയും നിറമൊക്കെ കണ്ടിട്ട് മാർവാടി കുട്ടിയാണെന്ന് തോന്നുന്നു. ആ, ഹിന്ദി പറയാന്ന് വെച്ചാ അതിന് ഞാനെവിടെ പോവാനാ? ഹിന്ദിന്ന് കേട്ടപ്പോ കരച്ചിൽ നിർത്തിയല്ലോ. ഹിന്ദി കൊച്ചു തന്നെ. വീണ്ടും തുടങ്ങിയല്ലോ. മോളെ, കരയാതെ. ഏതെങ്കിലും കുട്ടിയല്ലാത്തവർക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കാം. അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കരയാതെ മോളൂ. രാഷ്ട്രീയക്കാരനാ, നിന്നെ ലാവിഷ് ആയിട്ട് പോറ്റാനുള്ള വക കയ്യിലുണ്ടാവും. ചേട്ടാ, ഈ കുഞ്ചിനെ കൊഞ്ചം പിടിക്കുമാ? உன் பேர் என்னம்மா? சொல்ல மாட்டியா? அதான் அங்க பாரு, அங்க பாரு, மோட்டார் சைக்கிள் வருது பாரு. டாட்டா சொல்லு, டாட்டா டாட்டா. அப்படிதான், நல்ல பொண்ணு. இல்லையா? இல்லையா? இறங்கி வாயா, இறங்கியா. എന്നാ எங்க സാർ போகணும்? എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. നെക്സ്റ്റ് സ്റ്റോപ്പ്. മിനിമം ടിക്കറ്റ് കൊടുങ്ക. 70 பைசா கொடு. 500 രൂപ നോട്ടുക്ക് ചേഞ്ച് ഇരിക്കാ. கொண்டா. സാർ, സാർ പോക്കറ്റ് അടിച്ചു സാർ. 500 രൂപയുടെ 100 നോട്ട് എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എല്ലാം പോയി, എല്ലാം പോച്ചു സാർ. പോച്ചു. என்னடா ஏமாத்த பாக்குறியா? போட வழியா. ஏன் கீழே? സാർ, ഏതാവത് ஏன் கீழே? போ போ. ஏங்க முதல்ல காசை கேட்டா கதை சொல்றானுங்க. வந்துட்டானுங்க. അത്രയും കുട്ടിയുടെ ഒന്ന് രക്ഷപ്പെട്ട ഭാഗ്യം. நெட்டு 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 நெட்டு. ஏ, என்ன குழந்தை எங்க கொடுத்து நீ பாட்டுக்கு போற? விளையாடுறியா? സാർ, ഞാൻ കുട്ടിയെ മറന്നുപോയി സാർ. സാർ ഇപ്പൊ കുട്ടിയെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയി അന്വേഷിച്ചേനെ. മറന്നുപോയി സാർ. இல்லையா, உனக்கு இவ்வளவு மறந்து இருந்ததுன்னா குழந்தை எடுத்துக்கிட்டு வெளியில வராத. ശരി സാർ. സാർ, സാറിനെ ദൈവം കഷ്ടപ്പെടുത്തും. അല്ല, കാപ്പാത്തും കാപ്പാത്തും. പൊങ്ക, വെയിറ്റിംഗ് ചാർജ് അധികമാകും. போயா. നീ എന്നെയും കൊണ്ടേ പോവും. எங்க போற? എനിക്ക്
ഈ എറണാകുളത്ത് പോണം. എറണാകുളമാ? ஆமா, கேரளத்துல. இது என்ன ஏரோப்ளேனா மேல பறந்து போறதுக்கு? ஏன் பைய சாவுகிறாக்கி மூஞ்சி மோரை பத்தியா அதுக்கு? അല്ല, ഏതോ വലിയ പണക്കാരന്റെ വീടാ. ബാക്കിയെല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. വാവോ 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 വാവോ. അയ്യേ, മൂത്രം വെച്ചു. ഒറ്റ ഏറ് വെച്ചെന്നാളുണ്ടല്ലോ, ആരെ കൂടെ ഉള്ള ഡ്രസ്സാ. കരയാതെ, വിശക്കുന്നുണ്ടാവും. ഞാനെന്ത് ചെയ്യും? ആ പാല് വെച്ചു തരാം. കരയണ്ട, കാശ് കൊടുത്താലേ പാല് കിട്ടൂ. ട്രാക്കിൽ ഇട്ടിട്ട് പോകുമ്പോ ഒരു പെട്ടി കാശ് കൂടെ കൈ തന്നിട്ട് പോകാൻ പറയായിരുന്നില്ലേ? കരയണ്ട, ചോദിച്ചു നോക്കട്ടെ. അണ്ണേ, കൊഞ്ചം പാല് തരണം. പിന്നെ നന്നായിട്ട് തണുപ്പിച്ചേരണേ. കൊടുങ്കോ. മതി. പിടിച്ചോ. 2 ரூபா கொடு சார். പിന്നെ കാശെടുത്തില്ല. ധൃതിയിൽ ഇറങ്ങിയപ്പോ കുട്ടി കരഞ്ഞതുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ളതാ. കാശ് പിന്നെ തരാം. മോള് കൂടിയാ കാശെല്ലാമേ കുഴந்தைக்கு പാൽ വാങ്ങാൻ. കുട്ടിക്ക് വല്ലാതെ വിശക്കുണ്ട്. കുട്ടി കരയുന്ന കണ്ടില്ലേ? അവിടെ പോയാ ഏമാത്രം നനച്ച് വന്നിരിക്കാ. ചേട്ടാ, കാശ് കൊടുത്താ എന്ന് വേണമെങ്കിലും പാല് കിട്ടും. പക്ഷെ സ്നേഹം കിട്ടൂല. നീ നോക്കണ്ട, ഇവിടെ ഫാസ്റ്റ് ഫുഡാണ്, ഫ്രീ ഫുഡ് അല്ല. എന്ത് ചെയ്യാനാ, കലികാലാ മോളെ. പാല് കിട്ടാതെ വരുമ്പോ പാലിനേക്കാൾ നല്ലത് പച്ചവെള്ള മോളെ. കുടിച്ചോ. കുടിച്ചോ മോള്, കുടിച്ചോ. കുടിച്ചോ കുടിച്ചോ. അങ്ങനെയാ വേണ്ടി കുടിച്ചോ കുടിച്ചോ. കുടിച്ചോ, കുറച്ചുകൂടെ. മോള് തരാം 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 തരാം. കുടിച്ചോ. ഹാവൂ. வாங்க சார், என்ன வேணும்? நிறைய ஐட்டம்ஸ் வேணும். ഞാൻ തന്നെ സെലക്ട് பண்றேன். என்ன சார்? குழந்தைக்கு ஃப்ராக் வேணும். அந்த செக்ஷன். ரொம்ப தேங்க்ஸ். என்ன சார் குழந்தை எங்க விட்டுட்டு போறீங்க? അത് കുട്ടിയെ കാണാത്തോണ്ട് ഇനി പുറത്തോട്ടെങ്ങാനും ഇറങ്ങി പോയോന്ന് ഞാൻ നോക്കാൻ പോവായിരുന്നു. വളരെ ഉപകാരം. എന്തൊരു വിശപ്പ്. എനിക്ക് തന്നെ ഇത്രയും വിശക്കുണ്ടെങ്കിൽ നിനക്ക് എന്തുമാത്രം വിശക്കുണ്ടാവും. ആ സജി സാറിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് എവിടെ പോയി തപ്പാനാ? വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും തോന്നുന്നില്ല. പരസ്പരം പഴിചാരിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലെന്ന് കരുതിയാൽ മതി. നിനക്ക് സമ്മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താം. അനാഥ കുട്ടികളൊക്കെ എടുത്ത് വളർത്തിയാൽ അവര് വളർന്ന് വലുതായി കഴിയുമ്പോ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം മക്കളുടെ സ്നേഹം അവർക്കുണ്ടാകുമോ? എന്തുകൊണ്ട് ഉണ്ടായിക്കൂടുന്നില്ല? സ്വന്തം മക്കളെക്കാൾ സ്നേഹം അവർക്കേ ഉണ്ടാവൂ.
നാളെ രാവിലെ തന്നെ നമുക്ക് അനാഥാലയത്തിൽ പോയി അന്വേഷിക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് അനാഥ ശിശു പഠിക്കേണ്ടിരുന്ന നാടകം കേൾക്കാ. ആൾ ഇന്ത്യ റേഡിയോ சென்னை வானொலியிலே ഒരുത്തം കെട്ടാറ്റിങ്ങള്. நீங்கள் இதுவரை கலா கைரளி மலையாள நிகழ்ச்சி கேட்டீர்கள். இனி செய்திகள். ഇവിടെ പിള്ളാരെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുമ്പോഴാ കുട്ടികളെ ദത്തെടുക്കാൻ ഒരു നാടകം. പഠിച്ചോനെ, ഏതാണ് പുള്ള? ആരും കാണുന്നില്ലല്ലോ. ഇതാ റബ്ബേ, ബഷീറേ, ഇതാ പൊടി. പഠിച്ചോനെ, ആരിന്റെ പുള്ളയാണോ? ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് രാത്രി ക്ഷീണം. പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ പിന്നെ രാത്രി ക്ഷീണം ഉണ്ടാവുള്ളൂ. അല്ലാ, ദേ കിടക്കണ തൊപ്പി. മോളെ, മോളോ? ഈ കൊച്ചെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ നിങ്ങക്ക് ഈ കൊച്ചിനെ അറിയാല്ലേ? ഇത് അവന്റെ കൊച്ചാണല്ലോ. അവളുടെ കൊച്ചെന്ന് പറ. ഇതേ ഇല്ലാത്തവല്ലോ പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ കൊച്ചിനെ വളർത്താം. ഒന്ന് പോണാ വരുന്നു. കൊച്ചിനെ വളർത്താൻ നടക്കുന്നു. എന്നാലും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാരുടെ സ്വഭാവം തന്നെയാ. ഏത് സ്റ്റേഷനിൽ ചെന്നാലും അതിന്റെ അടുത്തൊക്കെ ഓരോ കെട്ടികളുണ്ടാവും. എന്റെ സേനവ, നീ എന്റെ ചാരിത്രശുദ്ധിയെ സംശയിക്കരുത്. ഞമ്മക്ക് നിങ്ങളെ വിശ്വാസമില്ല. പോടി അവിടുന്ന്. ഇത് അവന്റെ കൊച്ചു തന്നെയാ. ഈ കൊച്ചിനെ കളയാൻ രാവിലെ മുതൽ ഒരുത്തൻ നടത്തിയിരുന്ന ഞാൻ കണ്ടതാ. നിങ്ങൾ എന്നോട് കള്ളൊന്നും പറയണ്ട. ഏത് പകച്ചയ്ക്ക് ഉണ്ടായതാന്ന് നേര് പറ. പണ്ടാണ് ഞാൻ കൊച്ചിനോട്ട് തന്നെ. ഇന്ന് അവനെ പിടിച്ച് കണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. കരയല്ലേ അവള്? ഒന്ന് കരയല്ലേ? ഓ, ഈ പഴയനെ പാതിരാക്കി ഞാൻ എവിടെ പോയി തപ്പാനാ റബ്ബേ? ആകെ ഹലാക്കിന്റെ ഔലം നഞ്ഞായി പടച്ചോനെ. എന്നാലും നിങ്ങൾ ഞമ്മളോട് ഈ ചതി ചെയ്തല്ലോ. പോയിട്ട് ബാ വെച്ചിട്ടുണ്ട്. ഇത് ഇടിവെട്ട് കൊണ്ടോന്റെ തലയിലെ മുടി കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞു പോയി പോയല്ല. നിന്നെ കളഞ്ഞു കിട്ടിയാരും കൊണ്ട് വല്ല കള്ളന്മാരെയും കിട്ടിയിരുന്നെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടാനാ. നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടാൻ പറ്റൂലല്ലോ. ഒന്ന് കരയാതിരിക്കുക എന്നെ വെച്ചേ. കരച്ചിൽ കേട്ട് അവസാനം എനിക്കും കരച്ചിൽ വരുന്നുണ്ട്. അള്ളാഹു ഇതാരണീ വരുന്നത്. സാറേ, കൊച്ചിനെ എങ്ങോട്ടാ? ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. സ്വല്പം നേരത്തെ ആയി പോയി. ഒന്ന് കീറി പൊളിക്കല്ലോ കൊച്ചെ. ചേട്ടാ, ഓ, പോലീസ് ഭാഷ കേട്ടിട്ട് നിന്റെ കരച്ചിൽ കേൾക്കണില്ലല്ലോ. ഒരു പോലീസുകാരനായ ഞാൻ കള്ളനെ പോലെ പതുങ്ങി നടക്കേണ്ട ഗതികേട് വന്നല്ല. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് എന്നുള്ള ഗതി അറിയാവോ? എന്റെ മയ്യത്തോണ്ട് ചിരിയും കളി ആയിരിക്കുള്ളൂ അവിടെ. അറിയാവോ? ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട അപ്പേ? ഒരു പുലിവാലി വന്ന് പെടണത്. മോളെ, മൂത്രം ഒഴിച്ചേക്കല്ലേ. ആളെ എഴുന്നേറ്റ് ആകെ ഗതികേടാവും. പിച്ചക്കാരുടെ പോലീസിന് ഇടികൊണ്ടെന്നാവും. പിന്നെയും വന്നോ? അതെ, എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? കിളിക്കല്ലേ? ഗുഡ് മോർണിംഗ് സാർ. അരവിന്ദനോ? ഗുഡ് മോർണിംഗ്. എന്താ സാർ, ആരെങ്കിലും വരുന്നുണ്ടോ? ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ നമ്മുടെ ഒരാൾ വരുന്നുണ്ട്. ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണോ? ഇല്ല സാർ, റൈറ്റ് ടൈമാ. എന്നാൽ താനൊരു കാര്യം ചെയ്യും. ഞാനൊരു പേര് എഴുതരാം. താനൊന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. Indian Airlines വിമാനത്തിൽ ദാ. ഓക്കെ ഓക്കെ സാർ. Indian Airlines की उड़ान IC5 ഹലോ, ആരെങ്കിലും വരുന്നുണ്ടോ? അഡ്വക്കേറ്റിന്റെ മോള് വരുന്നുണ്ട്. ആ, നിമ്മി ചെറിയാൻ. ഇതാരാ? നമ്മുടെ സജി സാറിന്റെ പാർട്ടിയാ. ഓ, ബാംഗ്ലൂർ ഫ്ലൈറ്റ് റൈറ്റ് ടൈമാ? റൈറ്റ് ടൈം ആണല്ലോ. തീപ്പെട്ടി ഉണ്ടോ? ആ, തരാം. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? Your attention please. അങ്ങനെ പോകുന്നു. Flight number IC531 from Bangalore. റൈറ്റ് ടൈം ആണല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി.
ഹലോ. ഹലോ. ഓക്കെ സർ, താങ്ക് യു രംഗ. ഹലോ, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഐ എം സജി. പഴയ സിറ്റിയുടെ മുഖമാകെ മാറിയിട്ടുണ്ടല്ലേ? ഇവളാള് ജാടയാണല്ലോ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക്. വീട്ടിലേക്കോ? എങ്ങനെയാണോ വീട്ടിലേക്ക് പോകേണ്ടത്? പിന്നെ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്? നിങ്ങൾ എന്നെ പഠിപ്പിക്കാണോ? എനിക്കെന്താ പള്ളിക്കൂടം വാദ്യരുടെ പണിയാണോ? ഓഹോ, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യാനല്ലേ? ഞാൻ ഡാഡിയോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ അൺകൾച്ചർഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ വെക്കരുതെന്ന്. എന്താ നിമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിമ്മിയോ? ഞാൻ നിമ്മയൊന്നുമില്ല. ഐ എം ഗീത സാമുവൽ. അല്ല, അപ്പോ നിമ്മി അതല്ല. രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കോ ഓരോ നമ്പറും കൊണ്ട്. അതെ, പിന്നെ ഒന്ന് നിൽക്കണേ, ഞാനൊന്ന്. ഐ എം സോറി, ആളറിയാതെ പറ്റിപ്പോയതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇനിയിപ്പോ ഒറിജിനൽ നിമ്മി എവിടെ പോയി തപ്പും? ഡാഡി, ഡാഡി, മോളിങ് എത്തിയോ? ഡാഡി, എയർപോർട്ടിൽ വണ്ടി അയച്ചോ? ആ വണ്ടിയിലല്ലേ നീ വന്നത്? അല്ല, ഞാൻ ടാക്സിയിൽ വന്നത്. ടാക്സിയിലോ? അവനോട് വന്നില്ലേ? പിന്നെ അവൻ ഇവിടെ പോയി. ആ മോളെ, പുതിയൊരു ഡ്രൈവറാ കേട്ടോ. ഹോ, എന്റെ പേര് എഴുതി പിടിച്ച പ്ലക്കാർഡുമായി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ കാണിച്ചു തന്ന വണ്ടിയിലാ ഞാൻ കയറിയത്. ഏതോ ഒരുത്തൻ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയനെ. അയ്യോ മോളെ, സൂക്ഷിക്കണം. കിഡ്നാപ്പേഴ്സ് ഒക്കെ ഉള്ള സ്ഥലവാ. ഓരോ ദിവസം പേപ്പർ എടുത്ത എന്തൊക്കെയാ കാണുന്നേ. ആ, മോള് പോയി കുളിച്ച് റെസ്റ്റഡ്. ഡാഡി ഇന്ന് നേരത്തെ വരാം. മെടുക്കി. രംഗയ്യ, ഈ പെട്ടി എടുത്ത് അകത്ത് പോയി. എടാ, നീ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്നത്? വെറുതെ എന്തിനാ അച്ഛാ എയർപോർട്ടിനെ കുറ്റം പറയുന്നത്? ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്റെ കർത്താവേ, ഞാൻ നിമ്മി എവിടെ പോയി അന്വേഷിക്കാനാ? അവളെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രേസ് കുട്ടിയുടെ ഫോൺ വന്നു. ഫ്ലൈറ്റ് വന്നു പോയെന്ന് നീയും പറയുന്നു. അവൾ ആദ്യമായിട്ട് ഇവിടെ വരിക. ഈ സ്ഥലത്തെ പറ്റി അവൾക്ക് യാതൊരു ബോധവും ഇല്ല. എന്റെ കർത്താവേ, ഞാൻ ഗ്രേസോട് എന്നാ സമാധാനം പറയും? എടാ, നിന്നെ അയച്ച നേരത്തെ ഞാൻ തന്നെ പോയാൽ എന്നാ മതിയായിരുന്നു. പിന്നെ അത് മതിയായിരുന്നു. ഒരുമാതിരി ഡ്രൈവർമാരോട് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കരുത്. അച്ചായൻ പറഞ്ഞതുപോലെ നിമ്മി ചെറിയാണെന്ന് ബോർഡും പിടിച്ചുകൊണ്ട് ഞാൻ നിന്നപ്പോ എന്റെ കാറിൽ വന്ന് കയറിയ പെണ്ണ് നിമ്മിയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഓഹ്, എടാ, നീ കാർ കൊണ്ട് ചെന്നപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കുച്ചനെ കണ്ടു. അതിനെടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോകും. അല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ കാറുമായിട്ട് ചെന്നപ്പോ ഏതോ ഒരു പെണ്ണ് ഇടിച്ചു വന്ന് എന്റെ കാറിൽ കയറിയതാ. അച്ഛൻ ഒരുമാതിരി ചങ്കി കുത്തുന്ന വർത്തമാനം പറയരുത്. എടാ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ നല്ലതിനെ പോയേക്കാം. അല്ല, ഞാൻ കൂടെ വരണോ? വേണ്ട, നീ വരണ്ട. അടക്കുന്ന അഴുക. വേറെ ഏതെങ്കിലും പെണ്ണിനെ വലിച്ചേറ്റി കൊണ്ടുപോവാ. എന്നോട് ക്ഷമിക്കുമോളെ, വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ.
ഈശ്വര, ആ കുഞ്ഞ് തണുത്ത് വിറയ്ക്കണ്ടല്ലോ. എന്നോട് ക്ഷമിക്കും മോളെ, എന്നോട് ക്ഷമിക്കും. സാരില്ല കേട്ടോ, ഞാൻ തോർത്തി തരാം. ഇനി മോളെ ഞാൻ ഉപേക്ഷിക്കില്ല കേട്ടോ. മോക്ക് ഞാനുണ്ട്. മോളറിയിക്കും, നല്ല മോളെ. അച്ചായോ, എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് നിമ്മി എങ്ങനെയാണ് മിസ്സായതെന്നുള്ളതാണ്. നീ മിണ്ടാരിയടാ. അച്ഛൻ ചുമ്മാരി. നിമ്മി, ആക്ച്വലി എന്താ സംഭവിച്ചത്? ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു തമിഴൻ എന്റെ പേര് എഴുതി പിടിച്ച് നിൽക്കുന്നു. അയാൾ എന്നെ കൊണ്ടുപോയത് ഒരു വക്കീലിന്റെ വീട്ടിലേക്കാ. അവിടെ അയാളുടെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗീത സാമുവൽ. ഗീതാ സാമുവലോ? അവരെ അറിയോ? പിന്നെ അറിയോന്നോ? ഇപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. പേരെഴുതി പിടിച്ച പ്ലാക്കാർഡ് മാറിപ്പോയതാണ് അച്ചായ. ഞാനിവളത് ഇത്ര ഉള്ളപ്പോഴും മറ്റോ കണ്ടിട്ടുള്ളതല്ലേ. അവനിങ് വരട്ടെ. ആര്? അരവിന്ദൻ. അവനാച്ച എന്നെ വേണം പറയാൻ. അങ്ങനെ വരട്ടെ. നീ ഒരുത്തനെ കൊടി പിടിക്കാൻ ഏൽപ്പിച്ചിട്ട് മറ്റവളെ അങ്ങോട്ട് കറങ്ങാൻ ഇറങ്ങി. എടാ ഇവിടെ അത് വരൂ. അല്ല അച്ചായ, ഞാൻ ഈ എയർപോർട്ടിലൊക്കെ ചെന്ന് പ്ലാക്കാർഡും പിടിച്ച് നിൽക്കുന്ന ആരെങ്കിലും കണ്ട ആർക്കാ മോശം? ആർക്കാ? അച്ചായന്. ഇല്ല, ഒരു മോശവും ഇല്ല. എടാ ഇതാ ഞാൻ പറയുന്നത്, ഒരു ജോലി ഏറ്റെടുക്കുമ്പം അത് ഉത്തരവാദിത്തപൂർവ്വം ഏറ്റെടുക്കണം. ഇന്ന് തന്നെ ഇവളെ കാണാനായിട്ട് ഞാൻ പോയിച്ച ടെൻഷൻ. അച്ഛൻ ചായ കുടി. ഷുഗറുള്ള ആളാ. എടാ, എടാ, എടാ. ഏതായാലും ഒരാഴ്ച മോളിവിടെ കാണുമല്ലോ. അതുവരെ ഇവന് രാത്രി നീ സഹിച്ചോ. ബാംഗ്ലൂർ ക്ലൈമറ്റിന്റെ ആയിരിക്കും. നീ നന്നായി ചോദിച്ചിട്ടുണ്ട്. ഓ, അത് നീ കുറച്ചുനാൾ എന്നെ കാണാതിരുന്നിട്ട് തോന്നുന്നതാ. പിന്നെ എനിക്ക് നിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ആകെ ഒരു ഷൈനിങ് ഉണ്ട്. ആ, നിന്റെ പ്രതിമേനൻ എന്ത് പറയുന്നു? എന്ത് പറയാൻ, അടുത്ത ഏപ്രിൽ വരെ കാത്തിരിക്കണം. അപ്പോഴേ ലീവ് കിട്ടുമെന്നാ എഴുതിയിരിക്കുന്നത്. ആ, പെണ്ണിന്റെ ഒരു വിഷമം കണ്ടില്ലേ? ഹലോ. സാർ ലെഫ്റ്റിൽ പോണം. ശീഘ്രം വണ്ടി എല്ലാ വണ്ടി ഇരിക്കുന്നത്. എനിക്ക് ലെഫ്റ്റിൽ പോണോ? അതല്ലേ, കംപ്ലീറ്റ് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? അവിടെ പോയാ പൊയ്ക്കളാ, ഇനി ചൂടാവുന്നതിന്. തമിഴ്നാട് പോലീസിനൊന്നും ഒരു പഞ്ചാരബോധമില്ല. കേരളത്തിലായിരുന്നു ഞാൻ എങ്ങോട്ട് പോയി? ഇനി പാലക്കാട് തെറ്റി വേറെ വല്ല വണ്ടി ചെന്ന് കയറിയ വണ്ടിയിലെ ഇവിടുത്തെ തർക്കം பண்ண പോറിയാ? അയ്യോ സാറേ, എന്നെ മനസ്സിലായില്ലേ? ഞാനാ ലക്ഷറി കോച്ച്. താനെന്താ ഇവിടെ? ഞാനിവിടെ തന്നെ. അന്ന് വന്നതിന് ശേഷം പിന്നെ നാട്ടിലോട്ട് പോയിട്ടില്ല. അമ്മയുടെ അസുഖമൊക്കെ മാറിയോ? അസുഖം അത് പിന്നെ ഏതായി കുഞ്ഞ്? ഇത് എന്റെ കുട്ടിയാ സാറേ. തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട്? അതൊരു നീണ്ട കഥയാ. അല്പ തയ്യാറെടുപ്പുണ്ടെങ്കിലേ പറയാൻ പറ്റൂ. പാവം ഉറങ്ങി. വയറ് നിറച്ച് ആഹാരം കഴിച്ച ഇപ്പോഴാ. എനിക്കിപ്പോ ഒരു സത്യം മനസ്സിലായി സാറേ. വിശപ്പിന് മുന്നിൽ തകരാത്ത ഒരു അഭിമാനവും ഇല്ല. സാറിനറിയോ, ഈ കുട്ടിയെ കളയാൻ ഞാൻ പല പണികളും നോക്കിയതാ. എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല, മാഗ്നറ്റിനെ പോലെ കുട്ടി എന്റെ തന്നെ വീണ്ടും വരും. ഇതിനെ കൊണ്ടുനടന്ന് ഇപ്പൊ കുട്ടിയില്ലാതെ എനിക്ക് കഴിയാൻ വയ്യെന്നായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ കളയില്ല സാറേ. തനിക്ക് എന്നെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തപ്പോ താൻ ഈ കുഞ്ഞിനെയും കൂടെ നടന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതുവരെ അതായിരുന്നു എന്റെയും പേടി. ഇനിയിപ്പോ സാറിനെ കണ്ടുമുട്ടിയ സ്ഥിതിക്ക് ഏതോ മുജ്ജന്മ ബന്ധം കൊണ്ടാകാം ഈ കുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സാറ്
എവിടെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി തന്നാ മതി. ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കൊള്ളാം സാറേ. തന്റെ ഈ സാറ് വിളി ഒന്ന് നിർത്ത്. അതിനൊരു അകൽച്ചയുടെ സ്വരമുണ്ട്. താനൊന്ന് സജീന്ന് വിളിച്ചാ മതി. താൻ ഭക്ഷണം കഴിക്കേ. തന്റെ ജോലിയുടെ കാര്യം ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കാം. അതിനു മുമ്പ് തനിക്ക് താമസിക്കാനൊരു സ്ഥലം സംഘടിപ്പിക്കണ്ടേ? വഴിയുണ്ട്, കഴിക്കേ. അല്ല, ഇതാര്? വരണം വരണം. എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? വെറുതെ മേനോൻ ചേട്ടനൊന്ന് കാണണമെന്ന് തോന്നി. എന്താ പ്രത്യേകിച്ച് ഒരു ചേട്ടൻ വിളിയൊക്കെ? വരും. വാ. ആ വിളിക്ക് എന്തെങ്കിലും വിശേഷം കാണുമെന്ന് കൂട്ടിക്കും. ഇരിക്കും. ഇരിക്കെ. ഇദ്ദേഹത്തെ മനസ്സിലായില്ല. ആ, ഇതെന്റെ സുഹൃത്താ അജയൻ. അജയ, ഇതാണ് പരമേശ്വര മേനോൻ. നമസ്കാരം. മോളെ വാ. മോടെ പേരെന്താ? അത് പിന്നെ കുക്കു. കുക്കു. മോളുടെ അമ്മ എവിടെ? മോളുടെ അമ്മ പ്രസവത്തോടെ മരിച്ചുപോയി. ഇപ്പോ അച്ഛനും അമ്മയൊക്കെ അജയനാ. അയ്യോ, ആ, പിന്നെ ഞാൻ വന്നത് ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യും. എന്താണാവോ? കുറച്ച് ദിവസത്തേക്ക് അജയനെ കൂടി ഇവിടെ താമസിപ്പിക്കണം. ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ പറ്റില്ല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അത് സാറ് എന്ന് പറഞ്ഞാ പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആള് കുഴപ്പക്കാരനൊന്നുമല്ല, വിശ്വസിക്കാം. പിന്നെ വാടക എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. ഓ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വേക്കൻസി വല്ലതും ഉണ്ടോ? അജയനൊരു ജോലിക്കാ. അത് പിന്നെ സാറിന്റെ അച്ചായന്റെ സൂപ്പർ മാർക്കറ്റ്. സാറൊന്ന് പറഞ്ഞാ പോരെ, അച്ചായൻ കേക്കില്ലേ? അല്ല, വേക്കൻസി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ അച്ചായൻ കിടന്ന് കാണാ ഗുണാന്ന് പറയും. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അജയ, ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. വേണ്ട സൗകര്യങ്ങളൊക്കെ മേനോൻ ചെയ്തു തരും. വരട്ടെ. ആരാ? അജയൻ. നമ്മളാരാണാവോ? എന്താ നോക്കുന്നത്? അമ്മേ, അമ്മേ, അമ്മേ. ആരാ അമ്മ അവിടെ നിൽക്കുന്നത്? ഓ, അതോ? അത് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വന്ന ആളാ. എവിടെയോ? സജി സാറിന്റെ കൂട്ടുകാരന്. സാറ് പറഞ്ഞ നമുക്ക് കേൾക്കാതിരിക്കാൻ ഒക്കുവോ? സാറ് പറഞ്ഞെന്ന് വെച്ച് നമ്മൾ അറിയാത്ത ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാ? അയ്യോ, അയാള് കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ള ആളാ. ഭാര്യ മരിച്ചുപോയി. പാവം, 1 വയസ്സ് പോലും തികയാത്ത കൊച്ചു കുട്ടിയാ. കുറച്ചു ദിവസം കഴിയുമ്പോ പൊയ്ക്കോളും. അയാള് വേറെ വീട് അന്വേഷിക്കുന്നുണ്ട്. ആദ്യം കുറച്ചു ദിവസത്തേക്കെന്നൊക്കെ പറയും, പിന്നെ പോവില്ല. ഈ അച്ഛന്റെ ഓരോ കാര്യങ്ങൾ. ആ മുൻവശത്തെ ഒരു മുറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നോക്കൂ, എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അഭയം തന്നിടത്ത് അവകാശം ചോദിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. കരയില്ലേ കരയില്ലേ കരയില്ലേ. മോള് കരയില്ലേ. ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ 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 വാവോ. ഈ കുട്ടി കിടന്ന് വല്ലാതെ കരയുന്ന എന്താ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടിയുടെ കരച്ചിലുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എക്സാമിന് തോറ്റാ അച്ഛൻ എന്നോട് ചോദിക്കരുത്. ഓഹോ, നിനക്ക് പഠിക്കാതിരിക്കാൻ ഒരു കാരണമായല്ലോ. കുഞ്ഞെന്താ കരയുന്നതെന്ന് ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. കൊറേ നേരമായാലോ കുഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങിയിട്ട്. എന്താന്നറിയില്ല, പാല് കുടിക്കുന്നേ ഇല്ല. വാ മോള്. അവിടെ കണ്ണ. അയ്യോ, ഇത്രയും ചൂടായിട്ടാണോ കുഞ്ഞിന് പാല് കൊടുക്കുന്നത്? അവക്ക് കുടിക്കാൻ കഴിയുന്നില്ല, അതാ കിടന്ന് കരയുന്നത്. സന്ധ്യേ, ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസിങ് എടുത്തോണ്ട് വന്നേ. ആ, കരയല്ലേ മോളെ. പോട്ട് അച്ഛൻ ചൂട് പാല് തന്നോ? അമ്മിണിക്കുട്ടൻ കരയല്ലേ. പോട്ടടാ പോട്ട്. വേണ്ട വേണ്ട വേണ്ട. പൊന്നു മോള് കരയല്ലേ. ഇതും തളുപ്പിച്ചേ. ആ, കരയല്ലേ മോള് കരയല്ലേ. ഇപ്പൊ തരാം ഇപ്പൊ തരാം. കുടിച്ചോ കുടിച്ചോ. പൊന്നു മോള് കുടിച്ചോ. കരച്ചിൽ നിന്നല്ലോ. കരയുന്ന ഏത് കുട്ടികളെയും പത്മാവതി ഒന്ന് എടുത്താൽ മതി, ആ നിമിഷം കരച്ചു നിർത്തിക്കോളൂ. അതാ കൈപുണ്യം. അതെയാ?
മേനോൻ ചേട്ടാ. അല്ല സജി സാറോ വന്നാട്ടെ. അജയനടുത്ത ആളായല്ലോ. ഇരിക്കും. ആ, നാളെ മുതൽ താൻ ജോലിക്ക് പോകാൻ തയ്യാറായിക്കോ. ഞാൻ വിചാരിച്ച നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് നിർത്താവുന്ന, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ തനിക്കൊരു ജോലി അത്യാവശ്യമായതുകൊണ്ട് അച്ചായനോട് പറഞ്ഞ ഒരു ഡെലിവറി ബോയുടെ ചാൻസ് ഒപ്പിച്ചിട്ടുണ്ട്. അതെന്ത് ജോലിയാ? ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ ഓരോ വീട്ടിലും കൊണ്ടുവന്ന് എത്തിക്കുക. അല്പം പ്രയാസമുള്ള ജോലിയാണ്. അജയന് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഏയ് അങ്ങനെയൊന്നുമില്ല. എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. അതിലെനിക്ക് ഒരു മടിയില്ല. എങ്കിൽ നാളെ മുതൽ ജോലിക്ക് വന്നോളൂ. മോളെ നമുക്ക് ഏതെങ്കിലും ഡേ കെയറിലാക്കാം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഭഗവാനെ, ഇത്രയും നല്ലൊരു കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കളയാൻ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തോന്നുവോ? ഗുരുവായൂരപ്പന്റെ ജ്ഞാന കണ്ണുകൊണ്ട് ആരാണ് ആ സ്ത്രീ എന്നൊന്ന് കണ്ടുപിടിച്ചു തരണം. ഇന്ന് വേണ്ട, അവിടെ നിന്ന് അല്പം ബിസിയാണെന്ന് എനിക്കറിയാം. പിന്നെ കണ്ടുപിടിച്ചു തന്നാലും മതി. എന്നിട്ട് വേണം അവരോട് എനിക്ക് 2 വാക്ക് ചോദിക്കാൻ. സ്വാമിയേ, പിന്നെ എന്റെ ജോലിയുടെ കാര്യമൊക്കെ എല്ലാം മംഗളമായിട്ട് വരണേ ഭഗവാനെ. തൊഴുതേ. സ്വാമിയേ, സ്വാമിയേ, സ്വാമിയേ. പിന്നെ ഇവന്റെ നിർബന്ധം കൊണ്ടാ തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് എടുക്കുന്നത്. പിന്നെ ഞാനൊരു ജോലി ഏൽപ്പിച്ചാൽ ഉത്തരവാദിത്തപൂർവ്വം സത്യസന്ധമായി ചെയ്യണം. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അച്ചായ. നീ പറഞ്ഞത് കൊണ്ടാ എന്റെ പേടി. എടാ, ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. മേനോൻ സർ, ഈ പയ്യന് ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുക്ക. വളരെ ഉപകാരം സാർ. ചെല്ല് ചെല്ല്. എന്താ ചെല്ലാൻ പറ. വരൂ. വർക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ സാർ? ആ. நீ என்ன பஸ் கண்டக்டரா? ഇല്ല, ഡോർ ഡെലിവറി ബോയ്. அப்ப டச் பண்ணாம கொடுக்க முடியாது? അതിന് ഞാൻ ടച്ചൊന്നും ചെയ്തില്ലല്ലോ. நீ என்ன விளையாடுறியா? என்கிட்ட வேணாம், எனக்கு எல்லாம் தெரியும். இந்தா. ഇത് രോഗം വേറെയാ, അതിന് നമ്മളെ കിട്ടില്ല. നീ പാതി നാൻ പാതി കണ്ണേ ഹരി. ഏയ് മിസ്സിംഗ് ബ്യൂട്ടി, താൻ കാരണം ഞാൻ അച്ഛൻ്റെ എന്തുമാത്രം വഴക്ക് കേട്ടെന്നറിയാവൂ. അന്നത്തെ എയർപോർട്ടിലെ മിസ്സിംഗ് കാരണം തെറ്റിയത് എന്റെ മനസ്സിന്റെ ബാലൻസാ. ഇന്നങ്ങനെ മിസ്സാവാൻ ഞാൻ വിടില്ല.
വിളിക്കുന്നു പഞ്ചവർണ്ണ കിളിയെ നീ വാ. കൊഞ്ചി കൊഞ്ചി പാടി പാടി പറന്നെന്റെ കൂടെ നീയും വാ. ഈടനെങ്കിൽ കൂടുവച്ചു വാ, ഇക്കിളിപ്പു ചൂടിക്കൂടെ വാ. മഞ്ഞുതിരു മാസം വന്നിതാ, മാറിച്ചൂടണിഞ്ഞു നീയും വാ. മധുരം താ, മധുരം താ. ജും 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 ജും. നീ എൻ മനസ്സിൽ കാമൻ പിറകിൽ കയ്യിൽ മലറിൽ തൊടുത്ത ചാപം തുടിച്ച മാറിക്കൊണ്ടപ്പോ തുടിച്ചു കോപം കൊണ്ടോ പെണ്ണെ നീയപ്പോ കളിയല്ലേ കിളിയേ വാ. ജും 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 ജും. പഞ്ചശാരൻ വിളിക്കുന്നു പഞ്ചവർണ്ണ കിളിയെ നീ വാ. കൊഞ്ചി കൊഞ്ചി പാടി പാടി പറന്നെന്റെ കൂടെ നീയും വാ. പൂവിൽ മധുവൻ തേടും മധുരം എനിക്ക് വേണ്ടി വിടന്ന വസന്ത നീയല്ലേ. മധുവന്ന എന്താ? കുക്കുനെ കൊണ്ടുപോകാൻ വന്നതാ. കുക്കുനെ കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോകാൻ? ഞാനല്ലേ ദിവസം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഭാര്യ ഒന്ന് കൊണ്ടുപോയിരിക്കും. വീട്ടിൽ ചെന്ന് അന്വേഷിക്കേ. ഭാര്യയോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. പിന്നെ കുട്ടി എവിടെ പോയി? അതെന്നോടാണോ ചോദിക്കുന്നത്?
കുക്കുനെ കണ്ടോ? കുക്കു ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കുക്കു മോളെ. പോട്ടെ. നിങ്ങളല്ലേ പറഞ്ഞ കുട്ടി ഇവിടെ ഇല്ലെന്ന്? കുട്ടി എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എല്ലാ കുട്ടികളെ ഇങ്ങനെ തന്നെയാണോ നോക്കുന്നത്? വേണ്ട, എന്റെ കുട്ടിയെ നിങ്ങൾ ഇനി നോക്കണ്ട. സാറേ. ഇതിന് ചൈൽഡ് കെയർ സെന്റർ എന്നല്ല പറയേണ്ടത്, ചൈൽഡ് ഡാമേജ് സെന്റർ എന്നാ. സാരമില്ല മോള്. ആ മോക്ക് അവര് പാലും ബിസ്ക്കറ്റും ഒക്കെ തന്നോ? തന്നില്ലേ? മോൾ ഇനി ഒരു കെയറിലും പോണ്ട. നിന്നെ എവിടെയെല്ലാം കളയാൻ ശ്രമിച്ചതിനാണ് ഞാൻ. ഇപ്പൊ നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഒരു മനെ മോളു, ഒരു മനെ, ഒരു ഒരു മനെ. ഹലോ, ഹലോ, സജിയല്ലേ? സജിയല്ല, അവന്റെ അച്ചായനാ. കൊച്ചേതാ? ഞാൻ സജിയുടെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ആ, ഗേൾ ഫ്രണ്ട് ആണല്ലേ? അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാലും മതി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സജി എന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ബുക്കോ? ചെക്ക് ബുക്കാണോ? അല്ല, ഇത് റിസ്കി ബിസിനസ് എന്ന നോവലാ. കൊച്ചേ, ഈ പോക്ക് കണ്ടിട്ട് ഇത് റിസ്കി ബിസിനസ് ആയി മാറുമോന്നാ എന്റെ പേടി. എന്നാ മോളെ ഒന്നും മിണ്ടാത്തെ? ഹലോ, ഹലോ. ആ, വെച്ച് കളഞ്ഞോ? എന്താ ഡിസ്കണക്ട് ആയോ? അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് ഇങ്ങനെയാ, നമ്മളൊരു കോള് സംസാരിച്ച് മുഴുവനാവുന്നതിന് മുമ്പേ ഡിസ്കണക്ട് ആവും. അപ്പൊ കൊറേ നാളായി തുടങ്ങിയിട്ടല്ലേ? എന്ത് തുടങ്ങിയിട്ട്? നിന്റെ ഈ റിസ്കി ബിസിനസ്. അച്ഛൻ എന്തോ പറയുന്നത്? എടാ, ആ പെണ്ണിനോട് നീ റിസ്കി ബിസിനസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കണം. നമുക്ക് ഈ റിസ്ക് വേണ്ട. അത് വല്ല റോങ് നമ്പർ ആയിരിക്കും. എന്നെ വിളി. റോങ് നമ്പർ. ഇന്ന് നമ്മളെ ഇതോടും തേച്ച് വെച്ചേ. ആ. കുക്കു, എന്തായിരുന്നു കുക്കുവിന്റെ അനക്കമൊന്നും കേട്ടില്ലല്ലോ? കുക്കു, ഹായ് കുക്കു. കുക്കുന് ഇറങ്ങണ്ടേ? എന്താ, അജയന് സുഖമില്ലേ? വല്ലാത്ത കുളിര്. അയ്യോ, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. മരുന്നൊന്നും വാങ്ങിച്ചില്ലേ? 2 ടാബ്ലറ്റ്സ് വാങ്ങി കഴിച്ചു. അല്പനേരം കിടന്നാ മാറുമായിരിക്കും. നന്നായിട്ട് പുതച്ചു മൂടി കിടന്നു. കുക്കു, മതി കളിച്ചത്, ഉറങ്ങാൻ നോക്ക്. എന്തായി കാണിച്ചത്? മുഴുവൻ അഴുക്കാക്കിയല്ലോ. അമ്മേ, ഇത് കണ്ടോ? സാരമില്ല മോളെ, അവള് കൊച്ചു കുട്ടിയല്ലേ. കുക്കു, മോളിക്ക് വന്നേ. ആന്റിയെ ശല്യം ചെയ്യാതെ. കണ്ടോ, നിന്നോട് ദേഷ്യപ്പെട്ടു പോന്ന് പോക്ക് കണ്ടില്ലേ? മോള് ഇവിടെ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. ഇല്ലെങ്കിൽ പനി പകരും. അയ്യോ, വെള്ളമില്ലല്ലോ.
എന്താ? വല്ലാതെ പനിക്കുന്നു. കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാം. ഞാൻ അമ്മയെ വിളിക്കാം. വേണ്ട, അമ്മച്ചി നല്ല ഉറക്കമായിരിക്കും. വിളിക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. പോയി കിടന്നോളൂ, ഞാൻ എടുത്തോണ്ട് വരാം. ദാ വെള്ളം. പഠിച്ചോണ്ടിരിക്കായിരുന്നല്ലേ, ഞാൻ കാരണം ബുദ്ധിമുട്ടായി. ഓ, അതൊന്നും സാരില്ല. സജിയുടെ അച്ചായൻ ആളൊരു രസിക്കനാണല്ലോ. അച്ഛൻ അങ്ങനെയാ, പറ്റിയ കമ്പനി കിട്ടിയ നല്ല ജോക്ക് അടിക്കും. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാ. എന്ത് വേണമെങ്കിലും അച്ഛനോട് തുറന്നു പറയാം. എന്റെ ഡാഡി എങ്ങനെയാ, ഒറ്റ നിർബന്ധമുള്ളൂ, കള്ളം പറയരുത്. അത് അഡ്വക്കേറ്റ് ആയതുകൊണ്ടാ. കക്ഷികൾക്ക് വേണ്ടി പുള്ളി ധാരാളം കള്ളം പറയുന്നുണ്ടല്ലോ. അപ്പോ മോളെങ്കിലും സത്യം പറയട്ടെ എന്ന് ആഗ്രഹം കാണും. അച്ചായനെ പോലെ മോന് മോശമല്ലല്ലോ, മിഡിൽസിന്. എല്ലാം ഡാഡിയോട് തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുക. നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നത് ഡാഡി അറിയുന്നതിന് മുമ്പ് പറയുന്നില്ലേ നല്ലത്? അയ്യോ, അത് വേണോ? സത്യം അറിയുമ്പോ ഡാഡിയുടെ സ്വഭാവം മാറിയാലോ? സ്വന്തം കാര്യം വരുമ്പോ എല്ലാ തന്തമാരും ആദർശമൊക്കെ മാറ്റിവെക്കും. എന്തായാലും ഡാഡി നല്ല മൂഡിലിരിക്കുമ്പോ ഞാൻ തുറന്നു പറയും. എപ്പോഴായാലും അറിയേണ്ടതല്ലേ. മുള്ളു, എന്താ? കുക്കു, മോളുടെ അച്ഛന്റെ പനി മാറിയോ? അയ്യേ, അമ്മേ ഒന്നിങ്ങ് വന്നേ. ഈ കുക്കു, അമ്മേ ഒന്നിങ്ങ് വന്നേ. അയ്യേ, എന്താ കുക്കു കാണിച്ചത്? സോറി, ഞാൻ നന്നായി. എവിടെ ഡ്രസ് അഴുക്കാവുമെന്നും പറഞ്ഞ് ഇന്ന് വരെ അവർ ഒറ്റ കുഞ്ഞുങ്ങളെ എടുത്തിട്ടില്ല. അല്ല, പെൺകുട്ടികളാവുമ്പോ ഈ കാര്യങ്ങളിലൊക്കെ അല്പം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ, ഇത് കണ്ടോ അമ്മ? കൊള്ളാലോ. ഫുഡ് കഴിക്കള. നേരെ നിക്കൂ, ഈ കുക്കുന്റെ കാര്യം ഒന്ന് അടങ്ങി നിക്കൂട്ടി. ഞാനും ഇങ്ങതാ, ഞാൻ ഒഴിച്ചുതരാം. വന്നോളൂ, വന്നോളൂ. അജയന്റെ പനി എങ്ങനെയുണ്ട്? അല്പ കുറവുണ്ട്. ഏതായാലും നാളെ ജോലിക്ക് പോവാ. കുക്കു, വണക്കം സ്വാമി. എന്താ വരാൻ പറഞ്ഞത്? சொல்றேன். താങ്ക് യു. என்னடா அது அபிஷ்டா? என்னதா? അല്ല സ്വാമി, ഇവിടെ ഞാന് ഇത് നാപ്കിൻ, ഒരു ബ്രേസിയർ, കൊണ്ട, റിബൺ. வாய மூடு. இதெல்லாம் என்ன ஐட்டம்ஸ் எனக்கு தெரியும். இதெல்லாம் ஏன் கொண்டு வந்து கொடுத்தாய்? അല്ല സ്വാമി, ഓർഡർ ചെയ്തനുസരിച്ച്. ஆடுற நேக்கு எதுக்கு இந்த பீடை இல்ல? நான் ஒரு பிரம்மச்சாரி, நேக்கு இது தேவையில்லை. ഓ, ഇത് 78B ലക്ഷ്മി ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്കുള്ള ഓർഡറാ. സോറി സ്വാമി, ഓർഡർ മാറിപ്പോയി. ஆர்டர் மாறி போச்சுன்னு சொல்லாதே, டெலிவரி மாறி போயிடுதுன்னு சொல்லு. അപ്പടിന്നാ അപ്പടി. സ്വാമി, ഇപ്പൊ എന്റെ കൂടെ 78B ലക്ഷ്മി ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വന്നാല് സ്വാമി ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞാൻ അവിടുന്ന് വാങ്ങിച്ചു തരാം. വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ സ്വാമി, ഇനി ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ട് കഴിയരുത്. കഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ ഒരിക്കലും തിരികെ കിട്ടില്ല. ഞാൻ പോട്ടെ. எல்லாம் என் தலையெழுத்து. എടാ കള്ള റാസ്കൽ, നീ കൊച്ചിനെ എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു ചെല്ല. അയ്യോ, അത് സാറിന്റെ വീടായിരുന്നോ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാറേ. ഈ കൊച്ചു പിന്നെ എങ്ങനെ നിന്റെ കയ്യിൽ ഒന്ന് വിട്ടു? അത് പോട്ടെ, അന്ന് ഞാനാണ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അത് നീയായിരുന്നു. ആ, അത് എനിക്ക് അറിയാമായിരുന്നു. അതാടാ പോലീസുകാരൻ. ഈ മൂസയെ പറ്റിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല. സത്യം പറ, ഈ കൊച്ചു നിന്റെ അല്ലേ? സാറേ, അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ സത്യം. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ കുറെ നടന്നെന്നുള്ളത് സത്യ. പക്ഷെ ഇപ്പോ സാറല്ല, IG വന്ന് ചോദിച്ചാൽ പോലും എന്റെ കുക്കുനെ ഞാൻ തരില്ല. മോളെ, പോലീസ് ഭവനൊരു ടാറ്റ പറഞ്ഞേ. ടാറ്റ. ടാറ്റ. കണ്ടോ? മിടുക്കി.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായി കാണുകയില്ല. ഐ എം അഡ്വക്കേറ്റ് സാമുവൽ. ഓ, മനസ്സിലായി. നിർമ്മല കൊലക്കേസിലെ രാജനെ രക്ഷിച്ച വക്കീല്. എനിക്ക് അവനെ അറിയാം. അവൻ തന്നെ അവളെ കൊന്നത്. നല്ല വക്കീലന്മാരുടെ കയ്യിലാണല്ലോ ചില അവന്മാരുടെ ആയുസ്. വരൂ, ഇരിക്കൂ. വക്കീലിന് കുടിക്കാൻ ചായയോ ഒന്നും വേണ്ട. ഞാനിപ്പോ കാപ്പി കുടിച്ചിട്ടാ വന്നേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മത്തായി, ഒരു ചായ എടുക്ക. ഏലക്ക ചായ എടുത്തോളൂ. പിന്നെന്താ വക്കീൽ ഇങ്ങോട്ട് പോന്നേ? വല്ല കേസ് സംബന്ധിച്ച്? ഞാൻ ചെറിയ കേസിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. സജിയില്ലേ ഇവിടെ? എന്താ, അവൻ വല്ല കുഴപ്പമുണ്ടാക്കിയോ? മക്കളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ തന്തമാരറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ആമുഖമൊന്നും ഇല്ലാതെ തന്നെ പറയാം. എന്റെ മകൾ ഗീതയും സജിയും തമ്മിൽ സ്നേഹത്തിലാണ്. അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഇരിപ്പോശ അറിഞ്ഞപ്പോ അതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ സജിയും കണ്ടിട്ടില്ല. പയ്യനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ പഴയ കാലമൊന്നും അല്ലല്ലോ. ഇവിടെയാണെങ്കിലും ആരുമില്ല, ഞാനും അവനും മാത്രം. നല്ലൊരു കാര്യം ഒത്തുകിട്ടിയാൽ എത്രയും വേഗം നടത്തണമെന്ന എന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സോദ്യ എൻഗേജ്മെന്റ് ഒരുമിച്ച് നടത്താം. ആയിക്കോട്ടെ. അതിനു മുമ്പ് മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. സജിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മകള് പറഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ. എന്താ, നമ്മളൊരു ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. സജി എന്റെ മകനല്ല. എല്ലാവരും ധരിച്ചിരിക്കുന്നത് അവൻ എന്റെ മകനാണെന്ന. അവൻ ഏതാണ്ട് 10 വയസ്സുള്ളപ്പോ അനാഥശാലയിൽ നിന്നും ഞാൻ അവനെ കൊണ്ടുവന്നതാ. അന്നു മുതൽ ഇന്നുവരെ സ്വന്തം മോനെ പോലെ ഞാൻ വളർത്തുന്നത്. സ്വന്തം മോനെ പോലെ. തുറന്നു പറഞ്ഞത് നന്നായി. ഈ വിവരമൊന്നും ഗീതയ്ക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇങ്ങനത്തെ അഫയർ ഉണ്ടാകുമായിരുന്നില്ല. പട്ടെ, സമ്മതിച്ചു, ഞാൻ അനാഥനാണ്. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. ഓർഫനേജിലെ ഫാദർ ഡേവിഡിന്റെ കാരുണ്യം കൊണ്ട് അച്ഛൻ്റെ മകനായി ഞാൻ വളർന്നു. ഓർഫൻ എന്ന് വെച്ചാൽ അനാഥൻ, ആരുമില്ലാത്തവൻ എന്നൊക്കെ പറയുമെങ്കിലും ഞാനിന്ന് അനാഥനല്ല. എനിക്കെല്ലാവരും ഉണ്ട്. എൻ്റെ അച്ചായൻ, എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് അച്ചായൻ എന്നെ വളർത്തിയത്. എന്നിട്ട് ഞാൻ അനാഥനായത് എന്റെ തെറ്റാണോ? ജന്മം കൊണ്ട് അനാഥനായി പോയെങ്കിലും മനസ്സിലെ വികാരങ്ങൾ കൈത്തുണ്ടാവില്ലല്ലോ. സജി, മറ്റെന്ത് വേണമെങ്കിലും എന്റെ ഡാഡി സമ്മതിക്കും. പക്ഷേ ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് ഡാഡി സമ്മതിക്കില്ല. ഞാൻ എന്ത് വേണമെന്നാണ് ഗീത പറയുന്നത്? ഗീത മറക്കണമെന്നാണോ? കുഞ്ഞുനാളിലെ മമ്മി നഷ്ടപ്പെട്ട എനിക്ക് എല്ലാം എന്റെ ഡാഡിയാണ്. ഡാഡിയെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര വലിയ പാരമ്പര്യം നോക്കുന്നതിനാണെങ്കിൽ പോകാൻ പറയടാ. നിനക്ക് നല്ല അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ നോക്കിക്കൊണ്ടുവരാം. ആദ്യം നിന്റെ ഈ പ്രേമം മണ്ണാകട്ടൊക്കെ കളഞ്ഞിട്ട് വാ. വേണമെങ്കിൽ നീ എന്റെ മകനല്ല എന്നുള്ള സത്യം മറച്ചുവെച്ച് എനിക്ക് വക്കീലിനോട് സംസാരിക്കാമായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഓർത്തപ്പോ ഞാനെല്ലാം തുറന്നു പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നിന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ മോൻ അച്ഛനോട് ക്ഷമിക്കടാ. അച്ചായൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ജന്മം നൽകിയവർ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ എനിക്കൊരു ജീവിതം തന്നത് എന്റെ അച്ചായന. എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അച്ചായൻ മാത്രമേ എനിക്കുള്ളൂ. എന്റെ നന്മ മാത്രമാണ് അച്ചായൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. സ്നേഹിച്ച പെൺകുട്ടി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അച്ചായൻ എന്നോട് ക്ഷമിക്കണം. മറ്റാരുടെ സ്നേഹം എനിക്ക് വേണ്ട ചായ. അച്ചായന്റെ സ്നേഹം മാത്രം മതി. മോനെ, എനിക്കൊരു ദുഃഖമില്ല ചായ, എനിക്കൊരു ദുഃഖമില്ല. മൂടി വെക്കപ്പെട്ട സത്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും സത്യങ്ങളായി തന്നെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഡേവിഡച്ചൻ എപ്പോഴും പറയുമായിരുന്നു.
ആരും അനാഥനെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാറില്ലല്ലോ. ഗീതയോട് ഈ സത്യം തുറന്നു പറയണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ മനസ്സതിന് സമ്മതിച്ചില്ല. ഒന്നും എനിക്ക് മനസ്സിലായി, ഈ രഹസ്യങ്ങൾക്കൊന്നും ദീർഘായുസില്ലെന്ന്. സൂചിമുനയിലെ ബലൂൺ പോലെയാണ് എല്ലാ രഹസ്യങ്ങളും. സജി വല്ലാതെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള അച്ചായനുള്ളപ്പോ സജിക്ക് ഒരിക്കലും ഒരു അനാഥന്റെ മുഖം ഉണ്ടാവില്ല. സന്ധ്യയുടെ ബർത്ത്ഡേ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു പ്രസന്റേഷൻ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ പറയാതിരുന്നത് അല്ലേ അമ്മേ? കുക്കു. സന്ധ്യയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആയത്? അവൾക്കിന്ന് 18 വയസ്സ് തികയ. കുഞ്ഞിനെ ഞാൻ എടുക്കാം, ഇല്ലെങ്കിൽ അജയന് ഊണ് കഴിക്കാൻ കഴിയില്ല. മോള് വാ, അമ്മൂമ്മ എടുക്കാം. എന്നാ കുക്കുവിന്റെ ബർത്ത്ഡേ? അത് ഡേറ്റ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അതെന്താ ഓർക്കാത്തത്? പ്രസവത്തോടല്ലേ കുക്കുന്റെ അമ്മ മരിച്ചത്? ആ ദിവസം ആരെങ്കിലും മറക്കൂ? എന്താ അജയ? കുക്കു എന്റെ കുട്ടിയല്ല. ഞാൻ വിവാഹിതനുമല്ല. എനിക്കും കുക്കുവിനും അഭയം തന്ന നിങ്ങളോട് ഞാനൊന്നും ഇനി ഒളിച്ചു വെക്കുന്നില്ല. എല്ലാം ഞാൻ പറയാം. എല്ലാം ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ പിന്നെ എവിടെയെല്ലാം കുക്കുവിനെ കൊണ്ട് കളയാൻ ശ്രമിച്ചവനാണ് ഞാൻ. ബസ് സ്റ്റോപ്പിൽ, പീഡിയത്തിണ്ണയിൽ, കുപ്പത്തൊട്ടിയിൽ. ഇപ്പോ അല്പസമയത്തേക്ക് പോലും ഈ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന കാര്യത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് എനിക്ക് ഇതെല്ലാം നിങ്ങളോട് മറച്ചു വെച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഏതോ നല്ല വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കഥകളൊന്നും അറിയാതെ കുക്കു വളരണം, എന്റെ മോളായി. മോൾ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. ഞാനിത് കകത്തുകൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ വരാം. വണ്ടി നിർത്തൂ. അമ്മു, വണ്ടി വിളിച്ചെടുക്കേ. എന്താ ഇത്? എന്താ ഇത്? ഇതിന്റെ മോളാ അമ്മു. ഇത് അമ്മൊന്നുമല്ല, ഇത് കുക്കുവാ, എന്റെ മോള്. ഞാൻ തരില്ല. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ? മോളെ ഇങ്ങനെ തരാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ തരില്ല. മോളെ കുക്കു, ഇങ്ങനെ തരാനാ പറഞ്ഞത്. തരാ.
തലയ്ക്ക് അസുഖമുള്ള ഏതെങ്കിലും സ്ത്രീ ആയിരിക്കും അത്. അതൊന്നും കാര്യമാക്കാനില്ല. ഏയ്, അവർക്കങ്ങനെ അസുഖമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. കാറിലാ വന്നത്. ഏതോ വലിയ വീട്ടിലെ സ്ത്രീയാണെന്നാ തോന്നുന്നത്. ഇനി അവരുടെ കുട്ടി തന്നെ ആയിരിക്കുമോ? ഇവിടുന്ന് തന്നെ അല്ലേ അജയന് കുട്ടിയെ കിട്ടിയത്? അവരുടെ കുട്ടിയാണെങ്കിൽ പിന്നെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ട കാര്യം എന്താ? കുക്കുവിന്റെ മുഖം കണ്ട ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുമോ? ഓരോ ദിവസവും ഈ സിറ്റിയിൽ ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് അജയൻ അറിയാമോ? ഇനി കുക്കുവിന്റെ സ്വന്തം അമ്മ ഒന്ന് ചോദിച്ചാൽ പോലും ഞാൻ കുക്കുവിനെ വിട്ടുകൊടുക്കില്ല. കുക്കു എന്റെ കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കുക്കുവിനെ ഇനി പുറത്തേക്ക് കൊണ്ടുപോണ്ട. അവരിനിയും വന്നോടുന്നില്ലല്ലോ. അജയൻ ജോലിക്ക് പോകുമ്പോ കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് പോയാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അത് സാരല്ല. കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഉണ്ടാവല്ലോ. അജയൻ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളു. മോളെ കുക്കു, ഇന്ന് കാറിൽ വന്ന സ്ത്രീ മോളുടെ അമ്മയാണോ? നീ എന്റെ മോളാ, എനിക്ക് ജനിക്കാത്ത എന്റെ മോൾ. എന്റെ മോള് ഈ അച്ഛനെ വിട്ടു പോവൂ? അത് നമ്മുടെ അമ്മുവാണ് ചേർത്തിക്ക് തോന്നിയതാ. മനസ്സ് നിറയെ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളായതുകൊണ്ട് ഏത് കുട്ടിയെ കണ്ടാലും ചേർത്തിക്ക് അമ്മുവാണെന്ന് തോന്നും. ഇല്ല, എന്റെ മോളെ കണ്ടാൽ എനിക്കറിയാം അതെന്റെ അമ്മു തന്നെയാ. ആക്സിഡന്റിൽ മരിച്ചുപോയ അമ്മു ജീവിച്ചിരിക്കുന്നു പറയുന്നത് തന്നെ മനസ്സിന്റെ ഒരുതരം വിഭ്രാന്തിയാ. എനിക്കൊരു വിഭ്രാന്തിയും ഇല്ല. ഞാൻ അമ്മു എന്ന് വിളിച്ചപ്പോ എന്റെ മോൾ എന്നെ തിരിച്ചറിഞ്ഞതാ. അതെന്റെ അമ്മു തന്നെയാ. ആക്സിഡന്റ് നടന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ച ചേട്ടനെയും അമ്മുനെയും ഗുരുതരമായ പരിക്കേറ്റ് ബോധമില്ലാതെ കിടന്ന ചേട്ടത്തിക്ക് കാണാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോ ഞാൻ കണ്ട അമ്മു മോൾ ഏതാണ്? മോളെ, അത് വേറെ ആരുടെയെങ്കിലും കുട്ടിയായിരിക്കും. ഇല്ല അച്ഛാ, ആരെന്ത് പറഞ്ഞാലും അതെന്റെ അമ്മു തന്നെയാ. സാമുവലും വരൂ വരൂ. ഗുഡ് മോർണിംഗ് ഫാദർ. അച്ഛൻ എന്നെ അന്വേഷിച്ചെന്ന് മോള് പറഞ്ഞു. അന്വേഷിച്ചു. ഒരാഴ്ച ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് കാണുമായിരുന്നു. എന്താണച്ചോ? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ മനസ്സുകൾ തമ്മിലുള്ള ഐക്യത്തിലാണ്. എല്ലാ നല്ല മനസ്സുകളിലും ദൈവം അനുഗ്രഹ വർഷങ്ങൾ ചൊരിയുന്നു എന്ന്. നമ്മൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു ആപ്തവാക്യമാണിത്. ദൈവം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനായിട്ട് വേർതിരിക്കരുത്. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് സാമുവലിന്റെ മകൾ ഗീതയുടെ വിവാഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഗീതയും പൊന്നൂസിന്റെ മകൻ സജിയും തമ്മിൽ സ്നേഹത്തിലാണ്. അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഗീതയ്ക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞപ്പോ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ സജി പുന്നൂസിന്റെ മകനല്ലച്ചോ. അറിയാം, അവൻ അനാഥനായിരുന്നു. അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ ഓർഫനേജിലെ ഇരുണ്ട മുറികളിലാണ് 10 വയസ്സുവരെ അവൻ വളർന്നത്. കുട്ടികളില്ലാതിരുന്ന പൊന്നൂസിനും ഭാര്യയ്ക്കും അവനെ നൽകിയത് ഞാനാണ്. പൊന്നൂസ് സ്വന്തം മകനെ പോലെ എല്ലാവിധ സുഖസൗകര്യങ്ങളും നൽകിയാണ് അവനെ വളർത്തിയത്. ഇന്നവൻ അനാഥനല്ല. ഈ ഇടവകയിലെ ബഹുമാന്യനായ പാലക്കൽ പൊന്നൂസിന്റെ ഏക മകനാണ്. അച്ചോ, ഒരു അനാഥൻ എന്നും അനാഥൻ തന്നെയാ. ആർക്കോ എവിടെയോ ജനിച്ച ഒരുത്തൻ പിന്നീട് എത്ര വലിയവനായാലും അവന്റെ തീർത്തും ചോദ്യം ചെയ്യപ്പെടുന്നു. നല്ലൊരു കുടുംബ പാശ്ചാത്തലമുള്ള ഞാനെങ്ങനെയാണോ ഗീത അവനും വിവാഹം കഴിച്ചു കൊടുക്കുന്നേ? കുടുംബ മഹിമയും അന്തസ്സും ഒക്കെ മനുഷ്യൻ സമ്പത്ത് കൊണ്ട് നേടിയെടുക്കുന്നതല്ലേ സാമുവൽ? നല്ല കുടുംബത്തിൽ ജനിച്ച ഒരുത്തൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പിച്ചപ്പാത്രവുമായി തെണ്ടാനിറങ്ങിയാൽ സമൂഹം അവനെ തെണ്ടിയെന്നല്ലേ വിളിക്കാറുള്ളൂ. കുടുംബ പാരമ്പര്യമുള്ള തെണ്ടിയെന്ന് ആരും പറയാറില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സാമുവൽ, ക്രിസ്തു ഏത് തറവാട്ടിലാണ് ജനിച്ചത്? വെറും കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെയല്ലേ ലോകത്തിന്റെ നാഥനായി നമ്മളൊക്കെ ആരാധിക്കുന്നത്? ആദ്യം മനുഷ്യനായി ജീവിക്കുക.
മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവനെ യഥാർത്ഥ മനുഷ്യനാവും. അതുകൊണ്ട് സാമുവലിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. സാമുവലിനെ അനുസരിക്കാൻ മാത്രം അറിയാവുന്ന മകളുടെ മനസ്സറിഞ്ഞ് സജി അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. എന്തിനാ റെഡിയാ നിൽക്കാൻ പറഞ്ഞത്? കാര്യമുണ്ട്. ചില തീരുമാനങ്ങൾ എടുത്താ ഞാൻ വന്നിരിക്കുന്നത്. ഡാഡിയുടെ സമ്മതത്തോടെ നമുക്കൊന്നാകാൻ കഴിയില്ല. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ, രജിസ്റ്റർ മാരേജ്. ഇനി വൈകിക്കണ്ട, നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. അല്ല, അച്ഛനോട് ഒരു വാക്ക് പറയാതെ. അതിനൊന്നും സമയമില്ല. പോകുന്ന വഴിക്ക് ഒരു കൊച്ചു താലി വാങ്ങണം. എന്താ ആലോചിക്കുന്നത്? ധൈര്യമൊക്കെ എവിടെ പോയി? ശരി, വരുന്നത് വരട്ടെ, നമുക്ക് പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെന്ന്? രജിസ്റ്റർ ഓഫീസിലേക്ക്. അയ്യടാ, രജിസ്റ്റർ മാരേജൊന്നും എന്നെ കിട്ടില്ല. ഇപ്പൊ ഗീതയല്ലേ പറഞ്ഞത്? പള്ളി വെച്ച് തന്നെ കല്യാണം നടക്കുമെന്നുള്ളപ്പോ പിന്നെന്തിനാ? മനസ്സിലായില്ല. ഡാഡി നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചു. ഡേവിഡ് അച്ഛനാ ഡാഡിയുടെ മനസ്സ് മാറ്റിയെടുത്തത്. അപ്പൊ രജിസ്റ്റർ മാരേജിന്റെ കാര്യം പറഞ്ഞത്? അത് ഞാൻ സജിയുടെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇനിയിപ്പോ ഒന്നിനും സമയം ഉണ്ടാവില്ലല്ലോ. മനസമ്മതം, വിവാഹം, ടീ പാർട്ടി, ഹണിമൂൺ, അങ്ങനെ അങ്ങനെ. അല്ല, നിക്കട്ടെ, അപ്പൊ നമുക്ക് ഈ കല്യാണമൊന്നും വേണ്ടേ? ഏയ്, അതിനൊക്കെ ഇനി എത്ര സമയം കിടക്കുന്നു? ഞാനും ചിലതൊക്കെ അറിയുന്നുണ്ട്. ചിലപ്പോ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഞാനായിരിക്കും ഡേവിഡ് അച്ഛന്റെ റോൾ എടുക്കേണ്ടി വരിക. മോളും എന്തിനാ കരയുന്നത്? പാലുടിക്ക് മോള് വല്ലാതെ കരയുന്നു. നല്ല മോളല്ലേ? ഡാ, മോളുടെ അച്ഛനിതാ. എന്ത് പറ്റി മോളെ? അങ്ങനെയൊന്നും ആ കരച്ചിൽ നിൽക്കില്ല. അതിനൊക്കെ ഒരു നാക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. മോളെങ്കി വന്നേ, വാ. കാഞ്ചപ്പേ കിങ്ങിണി ചിരിക്കുടുക്കേ അല്ലി തേൻമണി ചിത്തിരമുത്തേ സത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി കണ്ണാറമ്പത്താൻ വാതി മിൻമണി മാളിക വീട്ടിലെ മേലാത്തിയമ്മയുടെ മഞ്ചത്തിൽ തഞ്ചത്തിലെ മിനി ചെല്ലമ്മേ വാക്കുവാ കിലുകിലു കാഞ്ചപ്പേ കിങ്ങിണി ചിരിക്കുടുക്കേ അല്ലി തേൻമണി ചിത്തിരമുത്തേ സത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി കുക്കുവാ തത്തി തത്തിവാ താനെ ചാഞ്ചാടിവാ വാ തുമ്പിവാ തുള്ളി തുള്ളിവാ തോളിൽ തുള്ളാടിവാ കുക്കുവാ തത്തി തത്തിവാ താനെ ചാഞ്ചാടിവാ വാ തുമ്പിവാ തുള്ളി തുള്ളിവാ തോളിൽ തുള്ളാടിവാ തുള്ളാട്ടം തുണിക്ക് ചാഞ്ചാട്ടം പഞ്ചാര പുഞ്ചിരി മഞ്ചുള്ള മഞ്ചാടി ചുണ്ടത്ത് ചന്തമെ ചെന്തിനി കൊണ്ടിനി വാക്കുവീല് കാഞ്ചത്തെ കെങ്ങിണി ചിരിക്കുടുക്കേ അല്ലി തേൻമണി ചിത്തിരമുത്തേ സത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി
അമ്മേ കോപമാരോടമ്മേ പൂമൊട്ടല്ലേ കൊഞ്ചും പിഞ്ചല്ലേ പാവം പാലൂട്ടമ്മേ മുത്തുക്കൂടം വായോ കുത്തുക്കൂടം വായോ അന്നാരും പുന്നാരും കിന്നാരം പാടാൻ ഞാൻ വന്നാരം ഒത്തേവ പാലുത്തി താരട്ടം വാ കിലുകിൽ കാഞ്ചത്തെ കിങ്ങിണി ചിരിക്കൊടുക്കേ അല്ലിത്തെ മണി ചിത്തിരമുത്തെ സിത്തെ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി കണ്ണാരമ്പത്താൻ വാണി നിന്മണി മാളിക വീട്ടിലെ മേലാത്തിയമ്മയുടെ മഞ്ചത്തിൽ പഞ്ചത്തിൽ ഇന്നിനി ചെല്ലമ്മേ വാക്കുവാഞ്ചത്തെ കിങ്ങിണി ചിരിക്കൊടുത്തേ അല്ലിത്തെ മണി ചിത്തിരമുത്തെ സിത്തെ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി. എക്സ്ക്യൂസ് മീ, ഇവിടെ കുട്ടിയുമായി നടക്കുന്ന ഡെലിവറി ബോയ് അജയനോ? ആ അയാൾ എവിടെയാ താമസിക്കുന്നത്? നമ്പർ 7 CIT കോളനി നന്ദനം. താങ്ക് യു. നല്ല പനിയുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. ഇന്നലെ നന്നായിട്ട് കരഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തോ അസുഖം ഉണ്ടായിരിക്കുമെന്ന്. ഇനി താമസിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാം. മോളെ എന്തു പറ്റി കുക്കു? ഞാനും വരാം. എന്റെ അമ്മൂന് എന്ത് പറ്റി? നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് നിങ്ങളുടെ അമ്മ ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ കുട്ടിയാ. ഇല്ല, എന്റെ മോളെ കണ്ടാൽ എനിക്കറിയാം. നിങ്ങളുടെ കുട്ടി എങ്ങനെയാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്? ഞാൻ എന്താ പറയാ, ഒരമ്മയ്ക്ക് സ്വന്തം മകളെ തിരിച്ചറിയാൻ പറ്റില്ലേ? നിങ്ങൾ പോകുന്നുണ്ടോ? കുട്ടിയെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാ. എന്റെ മോളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തന്നാ മതി. കുട്ടിയൊന്ന് പോകുന്നുണ്ടോ? മോക്ക് പനി വളരെ കൂടുതലാ. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മോളെ അമ്മു, മോളെ തരാതെ ഞാൻ പോവില്ല. ഇത് ഉപദ്രവിക്കാനായിട്ട് വന്നിരിക്കുക. മോളെ അമ്മു, അമ്മു വാതിൽ തുറക്ക്, എനിക്കെന്റെ മോളെ കാണണം. വാതിൽ തുറക്ക്. നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ മോളെ. രാജനും അമ്മുവും മരിച്ചതിന്റെ ഷോക്ക് കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതാ. നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ പോയി കാണാം. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഒരു ഭ്രാന്തിയാക്കാൻ നോക്കുകയാണ്. ഇല്ല, എനിക്കൊരു അസുഖമില്ല. എനിക്കെന്റെ മോളെ വേണം. അമ്മില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എവിടെയോ അമ്മൂനെ പോലൊരു കുട്ടിയെ കണ്ടെന്നും പറഞ്ഞ് ചേട്ടത്തി ഇങ്ങനെ ബഹളം വെച്ചാലോ? ചേട്ടനും അമ്മവും മരിച്ചതിൽ ഞങ്ങൾക്ക് ദുഃഖമില്ലെന്നാണോ ചേട്ടത്തിന്റെ വിചാരം? നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് എപ്പോഴും ദുഃഖിച്ചിരിക്കാതെ മനസ്സ് നോർമലാക്കാൻ നോക്ക്. ചേട്ടത്തി നമുക്ക് നല്ലൊരു സൈക്കോട്രിസ്റ്റിനെ കാണിച്ചാലോ? വേണ്ട, എന്റെ മനസ്സിന്റെ സമനില ഒന്നും തെറ്റിയിട്ടില്ല. ഞാൻ ഇനിയും വരില്ല. ഏതായാലും മായയുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും അമ്മുവെ കണ്ടു എന്ന് പറയുന്ന വീട്ടിൽ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും. നിന്നെ ഏൽപ്പിച്ച കുട്ടിയോടെ അതിനെ അപ്പോഴേ കളഞ്ഞില്ലേ സാർ? നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? ഇപ്പൊ ആ കുഞ്ഞ് പരലോകത്ത് എത്തിക്കാണും. അപ്പോഴേ കുട്ടിയെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ചതാ. എന്നിട്ടാണോ കുട്ടി ഇവിടെ കണ്ടത്? നിന്നേക്ക് വിശ്വസിച്ചേൽപ്പിച്ച് ഞങ്ങൾ വേണം തല്ലാൻ. വാടാ. ഇനിയിപ്പൊ ചേട്ടത്തി കണ്ടത് അമ്മൂനെ തന്നെ ആയിരിക്കോ? നീ കയറ്. വീട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ആ സ്ത്രീ ഇനിയും വരാതിരിക്കില്ല. കുക്കുവിന് ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്.
കുക്കുവിനെ തേടിയുള്ള ഈ സ്ത്രീയുടെ വരവിന്റെ പുറകിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അവരുടെ കുട്ടിയാണെന്ന് തറപ്പിച്ച് പറയുമ്പോ അവർക്ക് തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്? എത്ര നാളെന്ന് വെച്ചാൽ അജയൻ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ കഴിയാൻ പോകുന്നത്? ഒരു വിവാഹവും കുടുംബവും ഒക്കെ വേണമെന്ന് തോന്നുമ്പോഴാ ബുദ്ധിമുട്ടാവുക. കുക്കു ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല. അവളെ എന്റെ മകളായി അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മോളുണെന്നും തോന്നുന്നു. കുക്കുട്ടി ഇങ്ങ് വന്നേ. മോളുടെ ഉറക്കമൊക്കെ മാറിയോ? മോളെ, ദേ, ആരാ വന്നിരിക്കുന്നു നോക്കിയേ. ദാ, കണ്ടോ? ആ ഈ കുട്ടിയുടെ അമ്മയാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവരുടെ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക്. ഇത് അവരുടെ കുഞ്ഞൊന്നുമല്ല. മര്യാദയ്ക്ക് കുഞ്ഞിനെ ഇങ്ങ് തന്നാൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. വേണ്ട, തരണ്ട, ഞാൻ തന്നെ എടുത്തേക്കാം. സജി, എങ്ങനെയെങ്കിലും കുട്ടിയെ കൈക്കലാക്കിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാവും. ആ കുട്ടി അമ്മൂലെന്നും അതേ ചായയുള്ള മറ്റൊരു കുട്ടിയാണെന്നും ചേട്ടത്തിയെയും അച്ഛനെയും വിശ്വസിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചേട്ടത്തിയെ നമ്മൾ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചാലും അമ്മുവിനെ തേടി അവരോട് പോവാതിരിക്കില്ല. ചേട്ടത്തിയുടെ കണ്ണീരും ദുഃഖവും കണ്ട് അവരമ്മുവിനെ കൊടുത്താൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചേട്ടന്റെ സ്വത്തിന് വേണ്ടി നമ്മളാണ് കുട്ടിയെ മാറ്റിയെന്ന രഹസ്യം പുറത്തു വന്നാൽ അതിന് അവസരം ഉണ്ടാകരുത്. എങ്ങനെയെങ്കിലും അമ്മു നമ്മുടെ കയ്യിൽ വന്നിരിക്കണം. കുക്കൂനെയും കൊണ്ടാണോ അജേട്ടൻ ജോലിക്ക് പോകുന്നത്? ഇന്നലെ വന്നവർ പുറത്തു വെച്ചങ്ങനെ മോളെ കണ്ട? ഇല്ല, 2-3 ദിവസത്തേക്ക് ഞാൻ ജോലിക്ക് പോകുന്നില്ല. അവരിനിയും വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസത്തേക്ക് കുക്കുവിനെ ഇവിടുന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ അപകടമാണ്. അയ്യോ, മോളെ ഇവിടുന്ന് മാറ്റി നിർത്താനോ? വേണ്ട വേണ്ട അജേട്ടാ, കുക്കു ഇവിടെ ഇല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. മോളുടെ അവകാശം പറഞ്ഞു വരുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനിയും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ
കുക്കുവിനെ നമുക്ക് നഷ്ടപ്പെടും. മോളെയും കൊണ്ട് അജയേട്ടൻ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഇനി എപ്പോഴാ തിരിച്ചിങ്ങോട്ട്? അജയേട്ടൻ വരാതിരിക്കരുത്. എല്ലാം കൊണ്ടും അജയേട്ടന് ബുദ്ധിമുട്ടായില്ലേ? ഇപ്പോ ഞാൻ പോലും ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഏറെ അനുഭവിച്ചവനാണ് ഞാൻ. ഓടി ഓടി തളർന്നവന് ദൂരത്തെക്കുറിച്ച് ആകുലത ഉണ്ടാവില്ലല്ലോ. BA വരെ പഠിച്ചിട്ടും ഒരു ഉദ്യോഗത്തിന് വേണ്ടി 3-4 വർഷം നാട് നീളെ തെണ്ടി നടന്നു. അവസാനം ഒരു ബ്ലേഡ് കമ്പനിയിലെ കാഷ്യറായിട്ടുള്ള നിയമനം. നാട്ടുകാരുടെ പണം ഷെൽഫിൽ കുന്നുകൂടിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ബ്ലേഡ് കമ്പനി പൊട്ടിയെന്നല്ല പറയേണ്ടത്, ലക്ഷക്കണക്കിന് രൂപയുമായി ബ്ലേഡ് കമ്പനി മുതലാളി മുങ്ങി. ജനത്തിന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച കാഷ്യറുടെ മുഖമായിരുന്നു സുപരിചിതം. അവർ പടയൊരുക്കം പോലെ എന്റെ നേരെ പാഞ്ഞു വന്നു. വന്നുപെട്ടത് മദ്രാസ് എന്ന മഹാനഗരത്തിൽ. ജീവിക്കാനുള്ള മോഹങ്ങളുമായി ഇവിടെ എത്തിയ എനിക്ക് ഒരു കുരുന്ന് ജീവൻ കൂട്ടായി വന്നു, കുക്കു. ഇപ്പൊ എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എന്റെ കുക്കുവിന് വേണ്ടിയാ. കുക്കുവിന് സ്വന്തമെന്ന് പറയാൻ ഒരച്ഛൻ മാത്രമല്ല, ഇപ്പോ ഒരമ്മയുണ്ട്. ഞാൻ പോയിട്ട് വരാം. സന്ധ്യ അമ്മയോട് പറഞ്ഞേക്കൂ. ഇപ്പൊ ഉടനെ തന്നെ പാർട്ടീഷൻ നടത്തേണ്ട കാര്യം എന്താ? എസ്റ്റേറ്റും ഫൈനാൻസും ഒക്കെ നിങ്ങൾ 3 പേരുടെയും പേരല്ലേ ഇരിക്കുന്നത്. ഹരി ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കുന്നതാ നല്ലത്. ഓരോന്നും ചെയ്യേണ്ട സമയങ്ങൾ ചെയ്തു വെച്ചില്ലെങ്കിൽ പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുമല്ല, ചേട്ടന്റെ സ്വത്തുക്കൾ അവകാശവും പറഞ്ഞ് ചേട്ടത്തിയെ കുത്തിപ്പൊക്കി വിടാൻ ഇവിടെ പലരും നടക്കുന്നുണ്ട്. അതിനെന്താ, ഹരിക്കുള്ള ഷെയറിൽ കുറച്ചെങ്കിലും അവൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതെന്തിനാ? ചേട്ടന്റെ അവകാശവും വാങ്ങി അവർ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചാൽ സ്വത്ത് വേറെ വല്ലവരും അനുഭവിക്കും. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മൂന്റെ പേരിലെങ്കിലും എഴുതി വെക്കാമായിരുന്നു. മായ ചെറുപ്പല്ലേ. ഹരി മരിച്ചുപോയെന്ന് വെച്ച് ജീവിതകാലം മുഴുവനും അവൾ വിധവയായി കഴിയണം. അവൾക്കും ന്യായമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അച്ഛൻ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ആവശ്യമില്ലാത്തൊന്നും അവരോട് പറയാൻ നിൽക്കണ്ട. എത്രയും വേഗം വക്കീലിനെ വിളിച്ചു വരുത്തി ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം. ആലോചിക്കാം. ആലോചിക്കാം. അച്ഛന്റെ ഉള്ളിൽ മനസ്സിലായില്ലേ? ചേട്ടത്തി കരഞ്ഞു കാണിച്ച് അച്ഛനെ കയ്യിലെടുത്തിരിക്കുക. താൻ എന്ത് വിഡിത്തമാണോ ഈ പറയുന്നേ? കുട്ടിയെ കൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചു താമസിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ? കുട്ടിയെ തേടി അതിന്റെ അമ്മ വന്ന സ്ഥിതിക്ക് എപ്പോഴായാലും വിട്ടുകൊടുത്തേ പറ്റൂ. അല്ല, അത് കുക്കുവിന്റെ അമ്മ തന്നെയാണോ എന്നാണ് ഞങ്ങളുടെ സംശയം. ആ സ്ത്രീ വന്ന് 2 ദിവസത്തിന് ശേഷം കുക്കുവിനെ തട്ടിക്കൊണ്ടുപോകാൻ അവർ ഗുണ്ടകളെ അയച്ചിരുന്നു. അത് നിങ്ങൾ കുട്ടിയെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ബലമായി കൊണ്ടുപോകാൻ ആളയച്ചതായിരിക്കാം. അതൊന്നും അല്ല ചായ, വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇനി ഒരുപക്ഷെ ഈ കുട്ടി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വേറെ ആരെങ്കിലും ആയിരിക്കുമോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നത്? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സാർ. റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച കുട്ടിയെ തേടി അവകാശികൾ വന്നിരിക്കുന്നത് ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു കേട്ടിടത്തോളം കുട്ടിയെ വിട്ടുകൊടുക്കാനുള്ള വിഷമം കൊണ്ടാണ് താനിങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? കുട്ടിയുമായി ദിവസങ്ങൾ മാത്രം അടുപ്പമുള്ള തനിക്ക് അതിനെ വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച് വളർത്തിയ അമ്മയ്ക്ക് ആ കുട്ടിയെ പിരിഞ്ഞിരിക്കുമ്പോ എന്തുമാത്രം വേദനയുണ്ടാവും. അവരിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ തനിക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ കുട്ടിയായിട്ട് ഇവിടെ താമസിക്കാം. പക്ഷെ അവർ നിയമപരമായി നീങ്ങിയാൽ താൻ പോലീസും കോടതിയും നടക്കേണ്ടി വരും. അജയ, ആ കുഞ്ഞിനോട് തനിക്ക് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ അമ്മ വന്ന് ചോദിച്ചാൽ താൻ അവളെ കൊടുത്തേ പറ്റൂ. oh
അത് താഴെ മണ്ണിൽ വീണതോ ചാരേ ചാരേ നിന്നിനി എൻ കണ്ണീ മുത്തായി മാറിയോ എന്തു ദൂരം നൊന്തു പാടിത്തോളിലേറ്റി ഞാൻ കണ്ണേ ഒന്നേ താരേലോ എൻ കണ്ണിൻ മുത്തേയാലേലോ ഓ എൻ മിഴി നീമിഴി എൻ കണ്ണിൻ മുത്തേയാലേലോ ിളി എന്നോമൽ പിഞ്ചിന വാനം പാടി പാടിയോ എന്നുണ്ണി കണ്ണന ഉരുകുമെന്റെ നെഞ്ചമോ കുറുന്നിൻ മഞ്ചമാ തുടരുമേഴു ജന്മവും അപൂർവ ബന്ധമോ ഓ പൂട്ടിനി എൻ കണ്ണിൻ മുത്തേയാലേലോ മേലേതോ പൊൻകാരം അത് താഴെ മണ്ണിൽ വീണതോ ചാരേ ചാരേ നിന്നിനെ എൻ കണ്ണീ മുത്തായി മാറിയോ വന്നു നീ ഇന്നു കർണന ആ ഒഴുക്കിൽ ഞാനുമാ താതസൂതന തേരു നീ അന്നു പോയി പ്രണാങ്കണം വരെ യുഗങ്ങൾ മാറിയെങ്കിലും മുഖങ്ങൾ മാറിയോ ഓ നിന്നിഴി ചിമ്മിനി എൻ കണ്ണിൻ മുത്തേയാലേലോ മേലേതോ പൊൻതാരം അത് താഴെ മണ്ണിൽ വീണതോ ചാരേ ചാരേ നിന്നിനി എൻ കണ്ണീ മുത്തായി മാറിയോ എന്തു ദൂരം നൊന്തു പാടിത്തോളിലേറ്റി ഞാൻ കണ്ണേ പൊന്നേ താരേലോ എൻ കണ്ണിൻ മുത്തേയാലേലോ ഓ എൻ മിഴി നീർമിഴി എൻ കണ്ണിൻ മുത്തേയാലേലോ ചേട്ടത്തിയുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ആ കുട്ടിയെ ചെന്ന് കണ്ടത്. കുട്ടിക്ക് അമ്മുവുമായി സാമ്യമുണ്ട് എന്നത് ശരിയാണ്. മരിച്ചുപോയ കുട്ടി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയാനാ? ആക്സിഡന്റും കേസും ഒക്കെ ആയി കുറെ ദിവസം അതിന്റെ പുറകെ നടന്നു. ഇപ്പൊ ഇതും കൂടി ആയപ്പോ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടി പറ്റുന്നില്ല. മെന്റൽ ഷോക്ക് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ആ കുട്ടി അമ്മു തന്നെയാണെന്ന് ചേച്ചി തീർത്തു പറയുന്നുണ്ടല്ലോ. ഓഹോ, അപ്പോ ഞങ്ങൾ പറയുന്നു പ്രകാശന് വിശ്വാസമില്ലേ? അമ്മു ഞങ്ങളെ ചേട്ടന്റെ കുട്ടിയാണ്. മോളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കും അമ്മുവിന്റെ അളിയന്റെ ഡെഡ് ബോഡി ഞങ്ങളെ കാണിക്കാതിരുന്നത്. പ്രകാശൻ മനസ്സിൽ എന്തൊക്കെയോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്.
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 2 ഡെഡ് ബോഡിയും കിട്ടിയത് പിറ്റേ ദിവസമാണ്. ചേട്ടത്തിയാണ് ഈ ബോധമില്ലാതെ ആശുപത്രിയിലും. എംബാം ചെയ്ത് നാട്ടിലെത്തിക്കാമെന്ന് ആലോചിച്ചെങ്കിലും 2 ബോഡിയും വികൃതമായിരുന്നു. അബോധാവസ്ഥയിൽ ചേട്ടത്തി ആശുപത്രി കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? അച്ഛന് പോലും വരാൻ കഴിഞ്ഞില്ല. ഭാഗ്യത്തിന് ഞാനും വിജയനും തൊട്ടുപുറകിൽ കാറിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടത്തിയെങ്കിലും രക്ഷപ്പെട്ടു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും എനിക്ക് കിട്ടിയ വിവരങ്ങളും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. പിന്നെ നിങ്ങൾ ബ്രദേഴ്സ് തമ്മിൽ അത്ര നല്ല ടേംസിലായിരുന്നില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അതെന്റെ അമ്മ തന്നെയാ. അപ്പോ അമ്മു മരിച്ചിട്ടില്ലെന്നാണോ ചേച്ചി പറയുന്നത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്റെ മോളെ ഞാൻ അവിടെ കണ്ടത്. മോളുടെ കാതിൽ കിടക്കുന്ന കമ്മൽ വരെ ഹരിയേട്ടൻ വാങ്ങിയിട്ടതാ. പെട്ടെന്നൊരു ഫാമിലി ടൂർ. അനുഗമിക്കാൻ അനിയന്മാർ 2 പേരും. ആക്സിഡന്റിൽ അമ്മു അളിയനും മരിക്കുന്നു. ഡെഡ് ബോഡി മറ്റാരെയും കാണിക്കാതെ അടക്കം ചെയ്യുന്നു. പക്ഷേ മരിച്ചു എന്ന് പറയുന്ന അമ്മു ഇപ്പോ ജീവിച്ചിരിക്കുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ചേച്ചി. വാங்க சார். ആ അക്കൗണ്ട്സ് ഒക്കെ നീ ക്ലോസ് ചെയ്താൽ മതി. ആഹാ, മിസ്റ്റർ അജയൻ അല്ലേ? അതെ. വാവാ ഇരിക്കെ. അജയന്റെ മോളെ കൂടി കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞയച്ചതല്ലേ? കൊക്കു അവളുടെ മുത്തശ്ശിയുടെ കൂടെ നാട്ടിൽ പോയിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. ഇറ്റ്സ് ഓക്കെ. ബൈ ദ വേ, ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ പേര് വിശ്വനാഥൻ, ഇത് വിജയൻ. നിങ്ങൾ കുക്കുവായി വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മുവിന്റെ അച്ഛന്റെ സഹോദരന്മാരാണ്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയാണോ ധരിച്ചിരിക്കുന്നത്? കുക്കു എന്റെ മകളാ. പ്ലീസ്, സംഭവങ്ങളുടെ സത്യസ്ഥിതി അറിയാവുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. പിരിയാനാവാത്ത വിധം ആ കുഞ്ഞുമായി അജയൻ അടുത്തിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. കുക്കുവിന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നത് അജയന് സഹിക്കാനാവുന്ന കാര്യമാണോ? അതെ അജയൻ, അവരേത് നിമിഷവും കുക്കുവിനെ കൊന്നേക്കാം. ആര്? അതൊക്കെ സമയമാകുമ്പോ അജയന് തന്നെ മനസ്സിലാവും. അജയന്റെ കയ്യിൽ കുഞ്ഞിന്റെ ജീവൻ സുരക്ഷിതമല്ല. അതുകൊണ്ട് കുട്ടി ഞങ്ങൾക്ക് വിട്ടുതരുന്നു. കുക്കു മുത്തശ്ശിയുടെ കൂടെ പോയിട്ടില്ല എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. കുക്കു എന്റെ മകളാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിൽക്ക്. വീണ് കിട്ടിയ ഭാഗ്യത്തെ വെച്ച് മുതലാക്കാമെന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ, എത്ര രൂപയാ വേണ്ടത്? നീ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ഞങ്ങൾ തരാം. കാശ് തന്ന് നിങ്ങൾക്ക് എന്നെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല സാർ. ഓക്കെ, ഞങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം അജയന്റെ ഇഷ്ടം. ആ, പരിചയം പുതുക്കാൻ വല്ലപ്പോഴും ഇതുവഴിയൊക്കെ വരാട്ടോ, അല്ലേ? പാവം. എന്തായി? കുട്ടി അവിടെ ഇല്ല. തന്റെ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. കുട്ടി എവിടെ ഉണ്ടെന്ന് താൻ ട്രേസ് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ പ്രകാശന് ആകെ സംശയായിരിക്കുക. അമ്മുവിനെ കൊല്ലാനേൽപ്പിച്ച് ഞങ്ങളാണെന്ന് ചേട്ടത്തി അറിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ജയിലായത് തന്നെ. വ്യാജ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മരണ സർട്ടിഫിക്കറ്റ്, കൊലപാതക ശ്രമം. ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 24 മണിക്കൂറിനകം ഞാൻ ആ കുട്ടിയെ തപ്പിക്കൊണ്ടുവരും. വിജയനോ? അതെ മാഡം, നിങ്ങളുടെ മകളെ കൊല്ലാൻ വേണ്ടി ഹംസ എന്നൊരാളെ ഏൽപ്പിച്ചത് അവരാണ്. കുക്കുവിന്റെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ്. തൽക്കാലം ഈ കഥകളെല്ലാം നിങ്ങൾ അറിഞ്ഞ വിവരം അവരറിയണ്ട. ഇനിയും അവരോട് എതിർത്ത് നിൽക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് കുക്കുവിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. കുഞ്ഞിന്റെ സുരക്ഷിതത്വം മാത്രമാണ് നമ്മളിപ്പോ നോക്കേണ്ടത്. ഞാൻ സജയൻ കുട്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ശരി ശരി.
നിങ്ങൾ കുട്ടിയുടെ ആരാ? ഓപ്പറേഷൻ നടത്താൻ സമ്മതമാണെന്ന് കുട്ടിയുടെ അച്ഛനോ അമ്മയോ എഴുതി തരണം. ഞാൻ കുട്ടിയുടെ അച്ഛനാണ് ഡോക്ടർ. നിങ്ങൾ എന്റെ അടുത്ത സുഹൃത്താണ്. ജസ്റ്റ് മിനിറ്റ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുട്ടിയുടെ അച്ഛൻ അറിയണ്ട. കുട്ടി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഡോക്ടർ. ഓഫ് കോഴ്സ് ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം പിന്നെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. വിളിച്ചോളൂ. You can call it a miracle. ഓപ്പറേഷൻ പരിപൂർണ വിജയമാണ്. It's all right. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവരെങ്കിലും കുക്കുവിനോടൊപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട, അമ്മയുടെയും മകളുടെയും ജീവിതത്തിൽ ഇനിയും എന്റെ സ്വാർത്ഥത ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങളോളം ഓമനിക്കാനുള്ള ഓർമ്മകൾ കുക്കു എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എനിക്കത് മാത്രം മതി. എന്തു ദൂരം നൊന്തു പാടിത്തോളിലേറ്റിന കണ്ണേ പൊന്നേ താലേലും എൻ കണ്ണിൻ മുത്തേയാലേലും ഓ എൻ മിഴി നീൽമിഴി എൻ കണ്ണിൻ മുത്തേയാലേലോ.